മാന്യ സദസ്സര്, ഹൃദയപൂർവ്വം നമസ്കാരം. കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനങ്ങളിൽ ആയ ചിന്തകളിലൂടെയും സാമൂഹ്യ പ്രാതിനിധ്യമർഹിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയും എക്കാലവും സാന്നിധ്യമറിയിക്കുന്ന KSTU എന്ന മഹത്തായ അധ്യാപക സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ആദ്യമേ അറിയിക്കട്ടെ. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സംഘടനയുടെ നേതൃസ്ഥാനത്തുള്ളവർ, ഏറ്റവും പ്രിയപ്പെട്ട മുന്നിലിരിക്കുന്ന അധ്യാപകർ, വിഷയം പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ അധ്യാപകർ ചിന്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വേദിയിൽ എനിക്ക് മുന്നേ സംസാരിച്ചവർ പ്രതിപാദിക്കുകയുണ്ടായി. ഒന്ന്, കുട്ടികൾ വളരെയധികം മാറിയിരിക്കുന്നു. ഈ മാറിയ വിദ്യാർത്ഥികളെ എങ്ങനെ മാറ്റമില്ലാത്ത ഈ സിലബസുകളുടെ ഉൾക്കൊള്ളുന്നവരാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്ന ചർച്ച അധ്യാപകരെ അലോസരപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കേട്ടറ്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിധിയും നിലനിൽപ്പിൻ്റെ പ്രശ്നമായി പല അധ്യാപകരെയും വേദനിപ്പിക്കുകയാണ്. അപ്പോഴവിടെയാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എങ്ങനെ നമ്മൾ ആരംഭിക്കണം എന്നൊരു ചർച്ച വളരെ പ്രസക്തമാവുന്നത്. ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സമയം അനുവദിക്കുമോ എന്നെനിക്കറിയില്ല. കാരണം ഇത്തരം മോഡ്യൂളുകളൊക്കെ വിദ്യാഭ്യാസ വകുപ്പിലെ പലതരത്തിലുള്ള ചർച്ചകളിൽ സിമാറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 2 മണിക്കൂറായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. എങ്കിലും പരിമിതമായ സമയം കൊണ്ട് ആവുന്നത്രയും നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പം ജെൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണല്ലോ. 95 to 2009 എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഉള്ള കുട്ടികളാണ്, അവിടെ ജനിച്ച കുട്ടികളാണ്. 30 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 16നും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ. അതിൽ നിന്നും വളരെയേറെ വ്യത്യസ്തതകളുമായി പിന്നാലെ വരികയാണ് ആൽഫ എന്ന് പറയുന്ന അടുത്ത ജനറേഷൻ. 2010 മുതൽ ഇങ്ങോട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ 2025 മുതൽ ബീറ്റ ജനറേഷനും ഇപ്പോൾ പിറന്നു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. കാലങ്ങൾക്കനുസരിച്ച് നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ എല്ലാ ജനറേഷൻസിലും വന്നിട്ടുണ്ട്. നമ്മുടെ മുൻപുള്ളവരായിരുന്നില്ല അതിന് മുൻപുള്ളവർ. ജീവിതശൈലിയിലും എല്ലാ രീതിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അധ്യാപകരാണെങ്കിൽ 2 വിധത്തിലുള്ള തലമുറകളെയും കൃത്യമായി പഠിപ്പിച്ച് കൈകാര്യം ചെയ്ത് വന്നവരുമാണ്. പക്ഷേ ഈ ജെൻസി മേഖലയിലുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 7 വർഷം കൊണ്ട് കോവിഡ് കാലത്തെ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി കൊണ്ട് കുട്ടികളിൽ വന്ന വളരെ വേഗതയിലുള്ളൊരു മാറ്റമായിരുന്നു. പക്ഷേ ആ മാറ്റത്തെ സമഗ്രമായി നിരീക്ഷിക്കാനോ അതിനനുസരിച്ച് മാറാനോ നമ്മൾ കുറച്ച് പതുക്കെയായിപ്പോയി എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. നമ്മൾ അധ്യാപകർ മാത്രമല്ല, രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ. അവിടെയാണല്ലോ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയും. അപ്പം നമുക്ക് പരിശോധിച്ചാൽ അറിയാം, കൗമാര കാലഘട്ടം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ടീനേജിലുള്ള കുട്ടികളാണ്. വേദനിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 14 വയസ്സുള്ള പെൺകുട്ടിയെ പ്രണയത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് 16 വയസ്സുകാരൻ 16 വയസ്സുകാരനാൽ കൊല ചെയ്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും നമ്മൾ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്കറിയാം, ടീനേജിൻ്റെ തുടക്കം മുതൽ കുട്ടികളിൽ പലതരത്തിലുള്ള കൗതുകങ്ങളുണ്ടാവും. ഈ കൗതുകങ്ങൾക്ക് പണ്ട് അതിർത്തികളും അതിർവരമ്പുകളും ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ നമുക്ക് പറഞ്ഞാൽ, ഒരു കുട്ടിയുടെ സംശയങ്ങൾ ഏറിയാൽ സുഹൃത്തുക്കൾ, അധ്യാപകർ, മുതിർന്ന ബന്ധുക്കൾ, അച്ഛനമ്മമാർ, അല്ലേ, ഇവരിലൂടെയാണ് പലപ്പോഴും കുട്ടികൾ ഈ കൗതുകങ്ങളെ ഉത്തരങ്ങൾ തേടിയിരുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ മീഡിയയുടെ ഒരു ശാക്തീകരണം വന്നതോടുകൂടി, ഗാഡ്ജറ്റുകളുടെ ഒരു വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വന്നതോടുകൂടി നമുക്കറിയാം, കുട്ടികളിലേക്ക് എത്തപ്പെടുന്ന ഇൻഫർമേഷൻസ് അൺലിമിറ്റഡ് ആണ്. ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്ന് നമ്മൾ പറയും. ഈ ഇൻഫർമേഷൻസ് പലപ്പോഴും കുട്ടികളിൽ ശരി തെറ്റുകളുടെ വാലിഡേഷൻ ഇല്ലാതെയാണ് കുട്ടികൾ ആകെ അത് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് ഒരു പരമാർത്ഥം.
അപ്പൊ അച്ഛൻ എന്നെ വളർത്തുന്ന രീതി ശരിയാണോ എന്ന് കുട്ടി ആദ്യം ചോദിക്കുന്നത് ഒരുപക്ഷെ ChatGPT-യോടായിരിക്കാം, ജെമിനിയോടായിരിക്കാം. അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് ഡിജിറ്റൽ മീഡിയയിൽ സംശയം ചോദിക്കുന്ന കുട്ടികളുണ്ട്. അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് സൂപ്പർ ചെക്കിംഗ് നടത്താൻ വേണ്ടി ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. ഇതൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടറുകളെയും വിവര സാങ്കേതിക വിദ്യകളെയും പോസിറ്റീവായി സ്വീകരിച്ചൊരു തലമുറയാണ് കുട്ടികൾ കാണുമ്പോൾ മുന്നിൽ പോയത്. പക്ഷെ ഇവിടെയുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ അൽഗോരിതം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കാര്യം അറിയാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ പോലും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒതൻറ്റിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഒരുപാട് പേർ കണ്ട വീഡിയോസാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കുട്ടികൾ സെർച്ച് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഒരുപക്ഷെ നമ്മളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ കണ്ടെത്തും ഈ വിവരം പോരല്ലോ, ഒതൻറ്റിക് അല്ലല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യും. ഒടുവിൽ ഒരു 5ഓ 10ഓ സ്റ്റെപ്പ് കഴിയുമ്പോഴായിരിക്കും യഥാർത്ഥത്തിലുള്ളൊരു കണ്ടന്റിലേക്ക് ഈ വെബ്സൈറ്റ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അത്ര ക്ഷമയില്ല. കിട്ടുന്ന ആദ്യത്തെ വിവരത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ ചിന്തിക്കും, ഇതാണ് ശരി, ഇതായിരുന്നു ഞാൻ തിരഞ്ഞത്, എനിക്ക് കിട്ടേണ്ടതും ഇതായിരുന്നു, കിട്ടി. ഈ ഒരു പ്രശ്നം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഗാഡ്ജറ്റുകൾ പറയുന്നതാണ് ശരി എന്നൊരു തെറ്റിദ്ധാരണ ഒരുപാട് കുട്ടികളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അധ്യാപകർക്ക് തന്നെ അറിയാം, കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളോട് പ്രിയമേറുകയാണ്. ക്ലാസ് റൂം ക്ലാസ്സുകളെക്കാളും ഓൺലൈൻ ക്ലാസ്സുകളോട് പ്രിയമേറുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരം ഒന്നും ക്ലാസ്സിൽ ഇരിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല. പെട്ടെന്ന് ബോറടിക്കുന്നവരാണ്. വളരെ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ. റിസർച്ചുകൾ പറയുന്നത് ആവറേജ് അറ്റൻഷൻ സ്പാൻ 8 മുതൽ 12 മിനിറ്റിലേക്ക് കുട്ടികളുടെ ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. അവിടെയാണ് 45 മിനിറ്റ് പഠിപ്പിച്ച് തീർത്തേ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്ന രീതിയിൽ അധ്യാപകർ ക്ലാസ് മുറിയിലേക്ക് കയറുന്നതും പഴയ പോലെ കുട്ടികൾ അധ്യാപകർ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മൾ പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇനി വരുന്നൊരു അധ്യാപനം എന്ന് പറഞ്ഞാൽ സേജ് ഓൺ ദ സ്റ്റേജ് ഷുഡ് ബിക്കം എ ഗൈഡ് ഓൺ ദ സൈഡ് എന്നുള്ള രീതിയിലേക്ക് മാറണം എന്നാണ് പറയുന്നത്. ഇപ്പൊ സേജ് ഓൺ ദ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും അധ്യാപകരോട് സംസാരിക്കുമ്പോൾ പല അധ്യാപകരും പറയും, ഞങ്ങൾ നോക്കുന്നില്ല കുട്ടികൾ, ഐ കോണ്ടാക്ട്, ഐ ടു ഐ കോണ്ടാക്ട് കുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കുട്ടികൾക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരുന്നു. അവരൊന്നിനെ കുറിച്ചും സീരിയസ് അല്ല. പരീക്ഷാ സമയത്ത് പോലും കുട്ടികൾ കിടന്നുറങ്ങുന്നു. പരീക്ഷയുടെ മാർക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് ഒരു പ്രിൻസിപ്പാള് രക്ഷിതാവിൻ്റെ സാന്നിധ്യത്തിൽ കുട്ടിയോട് പറയാ, വളരെ വേദനയോടുകൂടി, മോനെ പരീക്ഷയ്ക്ക് മാർക്കെല്ലാം കുറവാണ് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ ഡയലോഗാണ് ഏറ്റവും ആകർഷണീയത തോന്നിയത്, സാറ് വിഷമിക്കണ്ട, അടുത്തതിന് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ വിഷമം ആർക്കാണ്? സാറിനാണ്. എന്നെ സംബന്ധിച്ച് ഇനി അടുത്തൊരു ചാൻസിലേക്ക് ഞാൻ ശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ രീതിയിൽ കുട്ടികൾ എല്ലാ കാര്യങ്ങളെയും നിസ്സാരമായി കാണുകയാണ്. പിന്നീട് ഇവർക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ വളരെയധികം കുറവാണ് കുട്ടികൾ. സൗഹൃദങ്ങളിൽ പോലും ഇവർക്ക് നേരിട്ടുള്ള സൗഹൃദങ്ങളെക്കാൾ ഇപ്പം താല്പര്യം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള വെർച്വൽ റിലേഷൻഷിപ്പുകൾക്കാണ്. എന്താ കാരണം? വെർച്വൽ റിലേഷൻഷിപ്പുകൾ കുട്ടികൾക്ക് ഇത്രമേറെ പ്രിയങ്കരമാവാൻ കാരണം കഴിഞ്ഞ ഒരു കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികൾ കുറേ കാലം സൗഹൃദങ്ങൾ ഇല്ലാതെ ഫോണിലൂടെ മാത്രം ഈ സൗഹൃദം എൻജോയ് ചെയ്തവരായിരുന്നു. അതിനുശേഷം കുട്ടികൾക്ക് വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ജഡ്ജ് ചെയ്യുന്നത് ഇഷ്ടമല്ല. നിങ്ങൾ എത്ര അധ്യാപകരോട് ചോദിച്ചിട്ടുണ്ട്, രക്ഷിതാക്കൾ മുന്നിൽ വെച്ച് നിങ്ങൾ കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഈ സൊസൈറ്റിയെ ഇഷ്ടമാണോ? എന്തായിരിക്കും അവരുടെ മറുപടി? എന്തായിരിക്കും മറുപടി? മിക്ക കുട്ടികളും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇഷ്ടമല്ല. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത്, സൊസൈറ്റി എല്ലാത്തിനെയും അവരുടെ കാലഘട്ടത്തിലെ സ്കെയിൽ വെച്ചിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ മാറ്റങ്ങളെക്കാൾ ഞങ്ങളുടെ പഴയ സ്കെയിൽ മതി ഇപ്പോഴത്തെ നിങ്ങളെയും അളക്കാൻ. ഇത് കുട്ടികൾക്ക് ഇഷ്ടമല്ല.
അപ്പോഴാണ് അവർ തമാശയായിട്ടെങ്കിലും പല പേരൊക്കെ പറയില്ലേ, നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല, പല വൈബുകൾ ഇവർ പറയുന്നുണ്ട് അല്ലേ. ആ വൈബൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്നും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വൈബുകളായിരിക്കും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി, സോഷ്യൽ മീഡിയ കണ്ടന്റ് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ഇത്രയും പ്രായപൂർത്തിയായി 10, 40, 45 വയസ്സായ ആളുകൾക്ക് പോലും ലോങ് കണ്ടന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ പോലും, ഒരു റൈറ്റപ്പ് വായിക്കുമ്പോൾ പോലും നമ്മൾ ആദ്യം നോക്കുന്ന എത്ര ഉണ്ട് ഈ റൈറ്റപ്പ് എന്നുള്ള. നമ്മൾ എങ്ങനെയാണ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്? നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റേഷൻ തന്നെയാണ്. ബ്രെയിൻ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം കുറച്ച് കണ്ടന്റുകൾ കാണുന്ന ഒരു ആളെ സംബന്ധിച്ച് അതൊരു ശീലമായിട്ട് മാറും. മാത്രമല്ല, കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന കണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദമുള്ളതാണ്, വളരെ കളർഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. നമ്മുടെ റീലിൻ്റെയൊക്കെ ഒരു അൽഗോരിതം നോക്കിയാൽ അറിയാം, ഒരു റീലിൽ നിന്ന് അടുത്ത റീലിലേക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ബോറടിയില്ല, മുഷിച്ചിലില്ല. ഗെയിമുകൾ, ആക്റ്റീവായിട്ടുള്ള ഗെയിമുകൾ ഇവരെ പെട്ടെന്ന് തന്നെ എൻകറേജ് ചെയ്യിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്തു വരുമ്പോൾ കുട്ടികളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ആ ഒരു അറ്റൻഷൻ സ്പാൻ അല്ലെങ്കിൽ ടോളറൻസ് സ്പാൻ എന്ന് പറയുന്നത് കുറഞ്ഞു, ഫ്രാഗ്മെന്റഡ് അറ്റൻഷനായിട്ട് മാറി. പക്ഷേ പഠനത്തിന് വേണ്ടത് ഒരു സസ്റ്റൈൻഡ് അറ്റൻഷനാണ്. 45 മിനിറ്റ് എങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു അറ്റൻഷനാണ് പഠനത്തിന് വേണ്ടത്. അത് മുറിഞ്ഞു പോയി, കുട്ടികൾ വളരെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള അറ്റൻഷനായിട്ട് മാറി. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് കുട്ടികൾ ക്ലാസ് മുറികളിൽ സേഫ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വരുന്നു. അവിടെയാണ് അവർ ഉറങ്ങുന്നത്. യഥാർത്ഥത്തിൽ അവർ ഉറങ്ങുന്നത് ഉറക്കം വന്നിട്ടും, രണ്ടാമത് എനിക്ക് നേരെ വരുന്ന ചലഞ്ചുകളെ ഫേസ് ചെയ്യാൻ എങ്ങനെയെങ്കിലും ഒളിക്കണം. അതിന് അവൻ കാണുന്ന ഏറ്റവും വലിയ മാസ്ക് അല്ലെങ്കിൽ മുഖംമൂടി എന്ന് പറയുന്നത് ഉറക്കമാണ്. താല്പര്യമില്ലാതെ ഇരിക്കലാണ്. ഈ താല്പര്യമില്ലാതെ ഇരിക്കലോടുകൂടി അവനൊരു എസ്കേപ്പാണ് അവൻ ഒരുക്കുന്നത്. അധ്യാപകരും മനസ്സിലാക്കുന്ന ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല, അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഇവനൊക്കെ ഉറങ്ങാൻ വേണ്ടി വരുന്നവരാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലേക്ക് നമ്മൾ പറയുന്ന പോലെ, മുടി നീട്ടിയാൽ പിള്ളേരെ പറ്റി പറയും. പിള്ളേർ പറഞ്ഞ സങ്കടമാണ്, മുടി നീട്ടിയാൽ കഞ്ചാവ്, കളർ ചെയ്താൽ MDMA. ഇങ്ങനെയൊക്കെയുള്ളൊരു ബ്രാൻഡിങ് കുട്ടികളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നു. അപ്പോൾ ഉറക്കം തൂങ്ങുന്ന ഒരു കുട്ടിയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്നൊരു സമീപനം ചില അധ്യാപകരെങ്കിലും സ്വീകരിക്കുന്നുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല, അവരവരുടേതായൊരു ലോകത്തേക്കാണ്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഉറക്കം. നിങ്ങൾ പലരും കൗമാരക്കാരുടെ രക്ഷകർത്താക്കളായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ മക്കളുടെ ഉറക്കത്തിന് ഒരു സ്ഥിരതയുണ്ടോ? പോട്ടെ, നമ്മളിൽ പലരുടെയും ഉറക്കത്തിന് സ്ഥിരതയുണ്ടോ? എത്ര പേർ രാത്രി ഗാഡ്ജറ്റ് ഹൈജീൻ പാലിച്ച് ഉറങ്ങുന്നവരുണ്ട്? ഗാഡ്ജറ്റ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, ഉറങ്ങുന്നതിന് വേണ്ട പ്രിപ്പറേഷൻ 1 മണിക്കൂർ മുമ്പെങ്കിലും, മുതിർന്നവരാണെങ്കിൽ 1 മണിക്കൂർ മുൻപെങ്കിലും ഫോൺ, TV, ലാപ്ടോപ്പ്, ടാബ് എന്നിവയോടുകൂടി വിട പറഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ പലരും ഇന്ന് മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് ഉറങ്ങുന്നതും ഉണരുന്നതും. ശരിയല്ലേ? അപ്പം ഇത് നമ്മുടെയൊക്കെ ജീവിതശൈലിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ടെലിവിഷൻ ചാനലിൽ രാത്രി 10:30 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന പരിപാടി, എല്ലാ ചാനലുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രി 10:30 മണിക്ക്. ഏതാണ് ആ പരിപാടി? പേരുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ക്രൈം ഫയൽ, FIR, കേസ് ഫയൽ എന്നൊക്കെ പറയുന്ന പരിപാടികൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യൻ വിശ്രമിക്കുന്ന, ആഗ്രഹിക്കുന്ന ഉറക്കത്തിലേക്ക് പോകുമ്പോൾ കാണേണ്ട പരിപാടി തന്നെയാണല്ലേ? എന്ത് തോന്നുന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ ഇത് നമ്മളൊരു ഗ്രൂമിംഗ് ആണ്, ഹുക്ക് ചെയ്തിടലാണ്. ചാനലുമായിട്ട് നമ്മൾ ഹുക്ക് ചെയ്തിടുന്ന കൾച്ചറുമായിട്ട്. ഒറ്റയ്ക്കുള്ളൊരു വീട്ടമ്മ കാണുന്നു, രാത്രി അതിക്രമിച്ച് കയറി വീട്ടമ്മയെ ബന്ദിയാക്കി പണവും സ്വത്തും കവർന്നു. ഈ വാർത്ത കാണുന്ന ഒരു വീട്ടമ്മ വളരെ സന്തോഷത്തോടെ പോയി കിടന്നുറങ്ങുമോ? ഇതൊക്കെയാണ് പല ചാനലുകളും നമ്മളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ, ഉറക്കം കുട്ടികളിൽ തീരെ ഹെൽത്തി അല്ല. ഉറക്കം ആവശ്യമുള്ളൊരു കാര്യമാണ് ഒരു മനുഷ്യന്. കാരണം എന്താണെന്ന് വെച്ചാൽ, രാത്രി 7-8 മണിക്കൂർ കൃത്യമായി ഉറങ്ങാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് നിസ്സംശയം പറയാം, രാവിലെ എഴുന്നേറ്റാൽ അവന് മൂഡുണ്ടാവില്ല. കുട്ടികൾ നിങ്ങളോട് പറയും സ്കൂളിൽ പോവാൻ മൂഡില്ല. കാരണം എന്താ?
രാത്രി മെലറ്റോണിൻ എന്ന് പറയുന്ന ബയോളജിക്കൽ ക്ലോക്ക് ഹോർമോൺ സർജ് വരുമ്പോഴാണ് ഒരു മനുഷ്യന് ഉറക്കം ഫീൽ ചെയ്യുന്നത്. ഉറങ്ങിത്തുടങ്ങുന്നത് മുതൽ കുട്ടിയിലേക്ക് സെറട്ടോണിൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ആ സെറട്ടോണിൻ ആവശ്യമായ അളവിൽ എത്തുമ്പോഴാണ് രാവിലെ ഉണരാനുള്ള തോന്നൽ നമുക്കൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ എൻ്റെ സംശയം, ഞാനൊരു സ്കൂളിൽ പോയ സമയത്ത് കുട്ടികളൊക്കെ സജീവമാണ് ഈ മൈക്ക് സെറ്റ് ചെയ്യാനും സ്റ്റീരിയോ സെറ്റ് ചെയ്യാനൊക്കെ. അവർ ഒരാൾ പറയുന്നത് ഞാൻ ഓവർ ഹിയർ ചെയ്താണ്, ഞാൻ ഇന്നലെ 1:30 മണിക്ക് ഒരു സ്റ്റോറി ഇട്ടു, 2 മണിയായപ്പോൾ ഉണ്ട് ഈ പഹയൻ എന്നെ വിളിച്ച്, അങ്ങനെ തന്നെയാ പറയുന്നത് കുട്ടി, ഈ പഹയൻ എന്നെ വിളിച്ച് പറയാ, എടാ സ്റ്റോറി ഡിലീറ്റ് ചെയ്യ്, സീനാവും. അപ്പൊ എനിക്ക് മനസ്സിലായി, 1:30 മണിക്ക് സ്റ്റോറി ഇടുന്നവന് ഉറങ്ങിയിട്ടില്ല, 2 മണിക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറയുന്നവന് ഉറങ്ങിയിട്ടില്ല. ഇവനെയാണേ നിങ്ങൾ രാവിലെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഫിസിക്സും ബയോളജിയും ഒക്കെ പഠിപ്പിക്കുന്നത്. ടീനേജ് ബ്രെയിനിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. 7-8 മണിക്കൂറെങ്കിലും ഉറക്കം നിർബന്ധമാണ് ആ സമയത്ത്. കാരണം ഉറക്കിൻ്റെ സമയത്ത് മനുഷ്യന്റെ ബ്രെയിനിൽ നടക്കുന്നത് നമ്മൾ ആരും സീരിയസ് ആയിട്ട് മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ഉറക്കിൻ്റെ സമയത്ത് നടക്കുന്ന രാവിലെ മുതൽ സജീവമാവുന്ന നമ്മുടെ ബ്രെയിൻ, അതിൻ്റെ മെറ്റബോളിക് വേസ്റ്റുകൾ, ആ വേസ്റ്റുകളെയൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ വൃത്തിയാക്കുന്ന ഒരു പരിപാടിയാണ് ഉറക്കത്തിൽ നടക്കുന്നത്. അതിനുള്ള അവസരം നമ്മുടെ ബ്രെയിനിന് കൊടുക്കണ്ടേ? ഈ ബ്രെയിൻ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന എപ്പോഴാണ്? ഒന്നുകിൽ സ്ട്രോക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടുമ്പോഴേ നമ്മൾ ഈ ബ്രെയിനിനെ പറ്റി ആലോചിക്കുന്നത്. നമ്മൾ ഉറക്കത്തിനെ കുറിച്ച് ആരും ബോധവടല്ല. നിങ്ങൾ എത്ര പേര് ഉറക്കത്തിന് സീരിയസ്നെസ് കൊടുക്കുന്നവരുണ്ട്? കുട്ടികളും അതേ നേച്ചറാണ്. കുട്ടികൾ പറയുന്നത് എന്താ, ഞാൻ നന്നായി പഠിച്ചു, എനിക്ക് രാത്രി മൊബൈൽ തന്നാൽ മതി. എന്താ കാര്യം? പഠിച്ചു കഴിഞ്ഞ് ഉറക്കം കുറച്ച് മാറ്റി വെച്ചാലും കുഴപ്പമില്ല, എനിക്ക് 3-4 മണിക്കൂർ ഫോൺ കാണാമല്ലോ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്നത്തെ പല പാരൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നന്നായി പഠിച്ചാൽ റിവാർഡായിട്ട് കൊടുക്കുന്നത് ഓവർ സ്ക്രീൻ ടൈം. അപ്പം എന്ത് ചെയ്യണം? രാത്രി ഉറക്കം മുതൽ നമ്മുടെ കുട്ടികളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തുടങ്ങണം. അപ്പം രാത്രി നന്നായിട്ട് ഉറങ്ങുന്ന കുട്ടിക്ക് മാത്രമേ രാവിലെ എഴുന്നേറ്റാൽ സ്കൂളിൽ പോകാനുള്ള തോന്നലുണ്ടാവുള്ളൂ. നല്ല മെമ്മറി കപ്പാസിറ്റി, കിട്ടുന്ന വിവരങ്ങൾ, ക്ലാസ്സിൽ കേട്ടതോ ഞാൻ പഠിച്ചതോ സഹപാഠിയിൽ നിന്ന് കിട്ടിയതോ ആയോ ടീച്ചർ പറഞ്ഞതോ ആയിട്ടുള്ള വിവരങ്ങൾ ഓർമ്മശക്തിയിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ഈ അടുത്ത് ഞാനൊരു 19 വയസ്സുള്ളൊരു കോളേജ് സ്റ്റുഡൻറ്റിനെ ഞാൻ കണ്ടു. അവൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, വാല്യൂബിൾസ് ഒക്കെ എവിടെയെങ്കിലും വെച്ചാൽ ഓർമ്മ കിട്ടുന്നില്ല, എവിടെയാ വെച്ച്, ബ്രെയിൻ ഫോഗിങ് ഇഷ്യൂസ്, ഓറിയൻറ്റേഷൻ പ്രോബ്ലംസ്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഒറിജിനൽ കൊടുത്തു, ഫോട്ടോസ്റ്റാറ്റ് വാങ്ങിപ്പോയി. പിന്നീട് വൈകുന്നേരം ചെന്നിട്ട് ആ ഒറിജിനൽ തപ്പി കട കണ്ടുപിടിച്ചിട്ട് ഇവനത് തിരിച്ചു വാങ്ങിക്കുകയാണ്. 19 വയസ്സാണ് ആ കുട്ടി. അവൻ്റെ ജീവിതശൈലിയിലേക്ക് നമ്മൾ ചെന്ന് കയറിയപ്പോൾ അറിഞ്ഞത്, എന്നും രാത്രി ഹോസ്റ്റലിൽ വെച്ച് 8-9 മണിയാകുമ്പോൾ ഭക്ഷണം കഴിയും, 9:30 മുതൽ 2:30 മണി വരെ കണ്ടിന്യൂസ് ഫോണിലാണ്. കോളേജിൽ നമുക്കറിയാം ഫോൺ കയ്യിലുണ്ടാവും കുട്ടികളുടെ കയ്യിൽ. അപ്പോൾ ഈ ഉറക്കം നഷ്ടപ്പെടുന്നത് കുട്ടികളുടെ പ്രതിരോധ ശക്തി, ഇടയ്ക്കിടെ അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. മെമ്മറി പവർ കുറയാൻ, അക്കാഡമിക് എക്സലൻസ് കുറയാൻ കാരണമാവുന്നുണ്ട്. അപ്പം ഇത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? രണ്ടാമത്തത്, നമുക്ക് സ്ലൈഡുകളിലൂടെ ഒന്ന് പോവാം, സമയം അനുവദിക്കുകയാണെങ്കിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, ജെൻസിക്കാരുടെ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം. ദേ ആർ ഓൾ ഡിജിറ്റൽ നേറ്റീവ്സ്, ഷോർട്ട് അറ്റൻഷൻ സ്പാൻ, വിഷ്വൽ ഇൻ്ററാക്റ്റീവ് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ട് പഠിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഗ്ലോബൽ ഔട്ട്ലുക്ക് ആൻഡ് കൾച്ചറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ അവർ ലോകത്തെ കാണുന്നത് മലപ്പുറത്ത് എന്താണെന്നോ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ എന്താണെന്നോ, അല്ലെങ്കിൽ കോഴിക്കോട് എന്താണെന്നോ നോക്കിയിട്ടല്ല. അവർ കാണുന്ന UK എന്താ, US എന്താ, ജർമ്മനിയിൽ എന്താ, UAE എന്താ നടക്കുന്നതെന്നാണ് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്പെക്ട് ഇൻസ്റ്റന്റ് ആക്സസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. എവിടുന്നാ വന്നത്? ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കൾച്ചർ എന്നാണ്. ഇവരുടെ ഡോപ്പമിൻസ് മുഴുവൻ കണ്ടീഷൻ ചെയ്തു പോയി. ഏതുമായിട്ട്? ഓക്കെ ശരി, താഴെ ഇറങ്ങി സംസാരിക്കണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? മുകളിൽ മതിയോ? ഓക്കെ ശരി, താങ്ക് യു. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഹാപ്പി ഹോർമോൺസ് ആണ്. അതിനെക്കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല കേട്ടോ. ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ഇതാണ് നമ്മുടെ ഹാപ്പി ഹോർമോൺ, സന്തോഷം.
ഇടയ്ക്കൊക്കെ നിങ്ങളിൽ പലർക്കും തോന്നാറുണ്ട്, ഞാൻ അത്ര ഹാപ്പി അല്ലല്ലോ, എനിക്ക് എന്താ സന്തോഷം ഫീൽ ചെയ്യാത്തതെന്ന്. ഒറ്റ കാര്യം നോക്കിയാൽ മതി, നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇതിൽ ഡോപ്പമിൻസ് ആണ് മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, മൂവ്മെന്റിന് സഹായിക്കുന്നത്, കോൺസെൻട്രേഷന് സഹായിക്കുന്നത്. ഓക്സിറ്റോസിൻ ലെവലുള്ള കുട്ടികൾക്കാണ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, ആത്മവിശ്വാസം, റിലേഷൻഷിപ്പ്, നല്ല ഫ്രണ്ട്ഷിപ്പുകൾ. ഇപ്പൊ കുട്ടികൾക്ക് ഫ്രണ്ട്ഷിപ്പുകളെ കുറിച്ച് അവർ പറയുന്നത്, അതിനകത്ത് പോലും അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ആരെ വിശ്വസിക്കണം, ആരോട് പറയണം? ഇവർ പറയുന്നൊരു വാക്കുണ്ട്, ഫേക്ക് ഫ്രണ്ട്സ്, സ്നേക്ക് ഫ്രണ്ട്സ്. നിങ്ങൾ പല അധ്യാപകർക്കും അറിയാം, കുട്ടികൾ അടുത്തറിയുന്നവർ, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. അതുപോലെ കുട്ടികളിൽ വന്നൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിലേ ആ സ്കൂളിലേക്ക് പോകാൻ കോൺഫിഡൻസ് ഉള്ളൂ. ഇപ്പൊ +1 ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത്, കോളേജ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എനിക്കറിയാവുന്ന കുട്ടികളുണ്ട്. അവിടെ ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താ അറിയോ? എന്താ കുട്ടികൾ ഇങ്ങനെയായി മാറിപ്പോയത്? ആദ്യ കാലഘട്ടം മുതൽ ഒരേ കുട്ടികളോടൊപ്പം പഠിച്ചു വളരുന്ന കുട്ടികൾക്കാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ 4ാം ക്ലാസ്സിന് ശേഷം ഒരു പുതിയ സ്കൂൾ, 7ാം ക്ലാസ്സിന് ശേഷം ഒരു പുതിയ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികളുടെ ഫ്രണ്ട് സർക്കിളിന്റെ എണ്ണം കൂടുക. ഫ്രണ്ട് സർക്കിളിന്റെ എണ്ണം കൂടുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന അവസരം എന്താ? മൾട്ടിപ്പിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റികളെ കാണാനുള്ള അവസരമാണ് കിട്ടുന്നത്. ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റികളെ കാണുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഗുണം എവിടെയാ? എൻട്രൻസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുമ്പോഴോ ഇന്ത്യയിൽ തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി പഠിക്കുമ്പോഴോ തൻ്റെ റൂംമേറ്റായി കിട്ടുന്ന, തൻ്റെ ക്ലാസ്മേറ്റായി കിട്ടുന്നവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് കുട്ടിക്ക് കിട്ടുകയാണ്. മറ്റേത് ആ കുട്ടി ചുരുങ്ങിപ്പോവാ, എനിക്ക് ഇന്ന പേഴ്സണാലിറ്റിയുള്ള കുട്ടിയെ കിട്ടിയാലേ ഞാൻ കംഫർട്ടബിൾ ആവുള്ളൂ. ഇത്തരം പ്രശ്നങ്ങളുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. പോട്ടെ. ആൻഡ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പെക്ടേഷൻ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത് ചോദിച്ചാൽ പല കുട്ടികൾക്ക് ഡിഫറെൻ്റ് ഒപ്പീനിയനാണ്. തമാശയായിട്ടെങ്കിലും ചില കുട്ടികൾ ഒരു പണം ഉണ്ടാക്കാനാണ് പഠിക്കുന്നത്, പണം ഞാൻ ഇപ്പോഴേ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് പഠിക്കുന്നത്. അധികകാലം പഠിക്കുന്ന കോഴ്സുകളോട് കുട്ടികൾക്ക് പ്രിയം കുറഞ്ഞു വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, +2 കഴിയണം, പെട്ടെന്ന് ബിസിനസ്സിലേക്ക് പോകണം. എന്നാൽ ആ ബിസിനസ് പഠിച്ചിട്ട് ബിസിനസ്സിലേക്ക് പോകണം എന്നുള്ള ചിന്തയുള്ള കുട്ടികൾ കുറവാണ്. അപ്പം ഈ രീതിയിൽ വിദ്യാഭ്യാസത്തോട് കുട്ടികൾക്കുള്ള കാഴ്ചപ്പാടുകൾ മാറിപ്പോയി. ആൻഡ് ദേ ആർ ഇമോഷണലി വെരി എക്സ്പ്രസീവ്. വൈകാരികതകൾ വളരെ ബാലിശമായി എക്സ്പ്രസ് ചെയ്യുന്നവരാണ്. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ചില കുട്ടികൾ നമുക്കറിയാം വല്ലാതെ എടുത്തു ചാടുന്നത് നമ്മൾ കാണുന്നുണ്ടാവും, ദേഷ്യം കൊണ്ട്, അല്ലേ? ക്ലാസ് മുറിയിലായാലും അധ്യാപകരുടെ അടുത്തായാലും പേരൻസിൻ്റെ അടുത്തായാലും സഹപാഠികളുടെ അടുത്തായാലും. മലപ്പുറത്ത് ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോൻ്റെ വിയോഗം നമ്മൾ ഇപ്പോഴും മറന്നിട്ടില്ല. അപ്പൊ ഈ ഒരു അഗ്രസീവ്നെസ് എന്തുകൊണ്ട് കുട്ടികളിൽ ഉണ്ടാവുന്നു എന്ന് പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ അധ്യാപകരുടെയും പാരൻസിൻ്റെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ തലച്ചോറിൻ്റെ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന സമയം 18 വയസ്സ് മുതലാണ്. കാരണം 18 വയസ്സ് മുതലാണ് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന റെഡ് കളറിൽ അടയാളപ്പെടുത്തി കാണാൻ വേണ്ടി മാത്രമാണ്. ആ ഭാഗത്തിന്റെ ഡെവലപ്മെന്റ് കുട്ടികളിൽ ആരംഭിക്കുന്നത് 18 വയസ്സ് മുതലാണ്. അതുവരെ കുട്ടികളുടെ ബ്രെയിൻ ഒരു ഇമോഷണൽ ബ്രെയിനാണ്, മെച്യൂരിറ്റി എത്താത്തൊരു ബ്രെയിനാണ്. കാരണം നിങ്ങൾക്കറിയാം, ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ആനുകൂല്യത്തിലാണ് ഒരു മനുഷ്യന് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഏകാഗ്രത, കോൺസെൻട്രേഷൻ, പ്രോബ്ലം സോൾവിങ്, പ്രശ്നപരിഹാരശേഷി, ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ, ഇമോഷണൽ കൺട്രോൾ, വൈകാരിക നിയന്ത്രണം, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇണങ്ങി പെരുമാറാനുള്ള കഴിവ്, പ്ലാനിങ്, പ്രവചനങ്ങൾ, എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പോയാൽ എന്തുണ്ടാവും എന്ന് നേരത്തെ കൂട്ടി പ്രവചിക്കുക. ഇത്രയും കഴിവുകൾ കുട്ടികൾക്ക് കിട്ടുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ആനുകൂല്യത്തിലാണ്. അത് ഡെവലപ്പ് ചെയ്യാത്ത കുട്ടികളിൽ എടുത്തുചാട്ടമുണ്ട്. കാരണം ഇമോഷണൽ ബ്രെയിനാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. ലിംബിക് സിസ്റ്റം, ഹൈപ്പോതലാമസ്, അമിഗ്ഡല എന്നൊക്കെ പറയുന്ന ഇമോഷണൽ ബ്രെയിനാണ് കുട്ടികളുടെ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എൻ്റെ സംശയം, വൈകാരികമായൊരു മസ്തിഷ്കം നിയന്ത്രിക്കുന്ന കുട്ടിയിൽ വൈകാരികമായ തീരുമാനങ്ങളല്ലേ കൂടുതൽ ഉണ്ടാവുക? അതിനുശേഷമാണ് ലോജിക്കൽ ബ്രെയിൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അപ്പം എന്തുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നു എന്നതിൻ്റെ ഉദാഹരണം ഞാൻ വളരെ വളരെ ഷോർട്ടായിട്ട് ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോപ്പമിൻ ഓവർലോഡ്, അതായത് നേരത്തെ പറഞ്ഞ മോട്ടിവേറ്റിംഗ് ഹോർമോണായ ഡോപ്പമിൻ വളരെയധികം കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് ഫാസ്റ്റ് മൂവിങ് ആക്ടിവിറ്റീസ്. ജിമ്മിൽ പോവാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്, ഇന്റർനെറ്റ് ഗെയിമിംഗ് കുട്ടികൾക്ക് ഇഷ്ടമാണ്. പക്ഷേ സോഷ്യൽ ഗെയിംസിനോട് കുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു. കണ്ടന്റുകൾ കാണുക കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതായത് ഈ ഷിഫ്റ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ
സ്ലോ ആയിട്ടുള്ള ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ആക്ടിവിറ്റീസിൽ ഡോപ്പമിൻ കണ്ടീഷനിങ് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അതൊരു വലിയ വിഷമമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുന്നതുകൊണ്ട് കോഗ്നിറ്റീവ് ടോളറൻസ് ലെവൽ കുട്ടികൾക്ക് കുറഞ്ഞു പോയി. നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പ് സൈക്കിൾ ഡിസ്റപ്ഷൻ, ഉറക്കത്തിൽ ഡിസ്റപ്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ വേണ്ട രീതിയിൽ ഉറങ്ങാതെ ക്ലാസ് റൂമിലെത്തുന്ന കുട്ടികളോ, ശരിയായൊരു സാഹചര്യം കിട്ടിയാൽ ആദ്യത്തെ ഉറക്കം ആ ക്ലാസ് റൂമിൽ വെച്ച് തുടങ്ങും. രാവിലെ 11 മണിയാവും പല കുട്ടികളും ആക്റ്റീവ് ആവാൻ. കാരണം ദീർഘനേരം വൈകി ഉറങ്ങുമ്പോൾ കുട്ടികളുടെ ബ്രെയിനിന് ആവശ്യമായ ഉറക്കം കിട്ടുന്നില്ല. പക്ഷേ ബ്രെയിനിന് അത് വേണം. അത് സ്വീകരിക്കുന്ന പലപ്പോഴും നമ്മളിങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ കംഫർട്ടബിൾ ആകുമ്പോൾ ഉറക്കം ഈസി ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആകെത്തുകയായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊന്ന് നടന്ന് സംസാരിക്കാം. കാരണം ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു സ്ക്രീൻ കാണാത്തൊരു പ്രശ്നം വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ അധ്യാപകർ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോങ് ലെക്ചേഴ്സ്, ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ലെക്ചറുകൾ വർക്ക് ചെയ്യില്ല. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ക്ലാസ്സുകൾ മാറിക്കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവില്ല. നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിവാർഡ് സിസ്റ്റം, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന റിവാർഡ് സിസ്റ്റം പുതുക്കി പണിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, സേജ് ഓൺ ദ സ്റ്റേജ് ഷുഡ് ബിക്കം എ ഗൈഡ് ഓൺ ദ സൈഡ്. എന്താ വ്യത്യാസം? അതായത് ഒരു അതോറിറ്റേറിയൻ കൺസെപ്റ്റോട് കൂടി ക്ലാസ് റൂമിൽ പോകുന്ന കാലം കഴിഞ്ഞു. ഞാൻ ടീച്ചറാണ്, ഞാൻ പറയുന്നത് എല്ലാം അനുസരിച്ചേ പറ്റൂ, എല്ലാവരും എന്നെ നോക്കണം, എന്നെ റെസ്പെക്റ്റ് ചെയ്തേ മതിയാവൂ എന്നുള്ള കോംപ്ലക്സ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചു. കാരണം കുട്ടികൾക്ക് അധ്യാപകന്റെ ക്വാളിറ്റീസ് കണ്ടിട്ട് അട്രാക്റ്റഡ് ആവാനുള്ള സാഹചര്യം കൊടുക്കാൻ നമുക്ക് കഴിയണം. ശരിയാണോ തെറ്റാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കുട്ടികൾക്ക്, ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് അധ്യാപകന്റെ ക്വാളിറ്റീസ് കണ്ട് അട്രാക്റ്റഡ് ആവാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. യെസ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, യു ഷുഡ് റീസ്ട്രക്ചർ ദ പീരീഡ്. 45 മിനിറ്റ് പീരീഡിനെ ഞാൻ പറയുന്നു 10, 20, 10, 5 എന്ന രീതിയിൽ റീഷെഡ്യൂൾ ചെയ്യപ്പെടണം. ഒരേ 45 മിനിറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് പറയുന്നത്. ആദ്യത്തെ 10 മിനിറ്റ് എന്ന് പറയുന്ന അധ്യാപകൻ ഹൈ എനർജി ഇൻട്രഡക്ഷൻ ആയിരിക്കണം. ഹൈ എനർജി ഇൻട്രഡക്ഷൻ. ആദ്യത്തെ 90 സെക്കൻഡിലാണ് ഒരു കുട്ടിയുടെ ബ്രെയിൻ തീരുമാനിക്കുന്നത് ഞാൻ ഈ ക്ലാസ് കേൾക്കണമോ അവോയ്ഡ് ചെയ്യണോ. അപ്പോൾ അവിടെ നമ്മൾ വളരെ സ്ട്രോങ് ആയിരിക്കണം. നെക്സ്റ്റ് 20 മിനിറ്റാണ് നിങ്ങളുടെ കോർ ടീച്ചിങ്. ആവശ്യമുള്ളത് മാത്രം പറയുന്ന രീതി. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ തമാശ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ബോറടിക്കും. 10 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഒരു സ്റ്റോറി പറയണം. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും കഥകൾ പറഞ്ഞാൽ, ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ, സയൻസ് പറയുന്ന കുട്ടിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ സയൻസ് ഇപ്പോൾ പുട്ടിനിടയിൽ തേങ്ങ ഇടുന്ന പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക ചെയ്യുന്നത്. അവരെ കണക്ട് ചെയ്യുന്ന സ്റ്റോറീസ് പറയുമ്പോൾ ആ കണ്ണുകളിലെ തിളക്കം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 10 മിനിറ്റ് പഠിപ്പിച്ച് 20 മിനിറ്റ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത 10 മിനിറ്റ് നിങ്ങൾ പഠിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനുള്ള ഒരു അവസരം. ആൻഡ് ദ ലാസ്റ്റ് 5 മിനിറ്റ് റിഫ്ലക്ഷൻ ആണ്. കുട്ടിയിൽ എത്രമാത്രം കയറിയിട്ടുണ്ട് എന്ന റിഫ്ലക്ഷൻ. ഈ രീതിയിൽ നമ്മളുടെ പീരീഡുകളെ റീസ്ട്രക്ചർ ചെയ്യുന്നത് കുട്ടികളിൽ 60% ഒരു റീടെൻഷൻ കപ്പാസിറ്റി കൂട്ടുന്നുണ്ടെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. ഇനി ക്ലാസ് റൂം ലെവൽ സ്ട്രാറ്റജി ഒന്ന് മാറ്റം വരുത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ടീച്ച് മോഡൽ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ T ഫോർ ട്രിഗർ ദ അറ്റൻഷൻ, E ഫോർ എൻഗേജ് ത്രൂ മൈക്രോ ടീച്ചിങ്. ഇത് ഓരോന്ന് എന്താണെന്ന് പറയാം. A ഫോർ ആക്റ്റീവ് ലേണിംഗ് എവറി 10 മിനിറ്റ്സ്. നമ്മളിപ്പോഴത്തെ കുട്ടികൾക്ക് പാസീവ് ലേണിംഗ് ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് C ഫോർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ക്ലാസ് റൂം ക്ലൈമറ്റ് മാനേജ്മെന്റ്. ആൻഡ് H ഫോർ ഹാബിറ്റ് ഫോർമേഷൻ ലൂപ്പ്. ഇതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ട്രിഗർ അറ്റൻഷൻ എന്ന് വെച്ചാൽ കുട്ടികളുടെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരുപാട് നീണ്ടുപോകാത്ത രീതിയിൽ ചോദ്യം ചോദിച്ചു തുടങ്ങാം, പസിൽസ് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. കാരണം ഇവരുടെ ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ ആദ്യം നമ്മൾ കൊണ്ടുവരണം. അതാണ് ഈ ട്രിഗർ അറ്റൻഷൻ എന്ന് പറഞ്ഞ കാര്യം. Then scientifically the brain pays maximum attention in the first 90 seconds. എൻഗേജ് ത്രൂ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു 20 മിനിറ്റ് ആണ് നമ്മുടെ കോർ ടീച്ചിങ്. 20 മിനിറ്റ് കോർ ടീച്ച് ചെയ്യുന്നതിനെ 10 മിനിറ്റുള്ള ചെറിയ ക്യാപ്സ്യൂൾസ് ആക്കി മാറ്റുമ്പോൾ
ഓരോ ക്യാപ്സ്യൂൾ പ്രസന്റ് ചെയ്ത ശേഷം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ക്വിക്ക് ഡിസ്കഷൻ, അല്ലെങ്കിൽ ഒരു സ്മോൾ ആക്ടിവിറ്റി. ദിസ് അലൈൻസ് വിത്ത് ദ മോഡേൺ അറ്റൻഷൻ സൈക്കിൾ. മോഡേൺ അറ്റൻഷൻ സൈക്കിൾ പറയുന്നത് ഈ രീതിയിലുള്ള മൈക്രോ എൻഗേജ്മെന്റ് സിസ്റ്റമാണ്. ആക്റ്റീവ് ലേണിംഗ് എവറി 10 minutes. 10 മിനിറ്റ് നിങ്ങൾ ആ ക്യാപ്സ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളോട് അവസാനം എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നതിനേക്കാളും കൊടുക്കുന്ന ക്യാപ്സ്യൂൾ കുട്ടികൾ കഴിക്കുന്നുണ്ടോ എന്ന് അറിയുന്ന രീതിയിൽ തിങ്ക്, പെയർ, ഷെയർ, കൺസെപ്റ്റ്. തിങ്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യം കുട്ടിയുടെ ബ്രെയിനിന് റെസനേറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക. അവൻ എന്ത് കിട്ടി? തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയോട് നമ്മളൊന്ന് പറയുന്നു, അവൻ എന്ത് കിട്ടിയെന്ന് നീ ഒന്ന് ചോദിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം എന്താ? ഷെയർ എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ 3 times നമ്മൾ പറയുന്ന ഒരേ കാര്യം അവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, 3 തവണയായിട്ട്. അപ്പൊ ഈ രീതിയിൽ വൈറ്റ് ബോർഡ് റേസസ് എന്ന് പറഞ്ഞാൽ നോട്ടുകൾ കൊടുക്കാതെ ഓരോ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞ പോയിന്റ്സിന് ഇമ്പോർട്ടൻറ്റ് കീ നോട്ട്സ് ബോർഡിൽ കുട്ടികളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കാം. കാരണം ഇപ്പൊ കുട്ടികൾക്ക് എഴുതാനുള്ള മടിയുണ്ട്. മൂന്നാമത്തെ 2 line ഡിബേറ്റ്സ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിന്റെ റിവിഷൻ ഒരു ഡിബേറ്റ് പോലെ ചെയ്യാൻ വേണ്ടി പറ്റും. മിനി ചലഞ്ചസ്, ലേണിംഗ് സെഷൻസ്, ഈ രീതിയിൽ ആക്റ്റീവ് ലേണിംഗിലേക്ക് കൊണ്ടുവരണം. കാരണം ആക്റ്റീവ് ലേണിംഗ് ഇൻക്രീസസ് കോഗ്നിറ്റീവ് എൻഗേജ്മെന്റ് 50 to 80%. കുട്ടികളുടെ ഇന്റലിജൻസിന്റെ ഇൻവോൾവ്മെന്റ് 50 മുതൽ 80% കൂടുന്നത് കോഗ്നിറ്റീവ് ഇൻവോൾവ്മെന്റ് ഉള്ള സമയത്ത് മാത്രമാണ്. ക്ലാസ് റൂം ക്ലൈമറ്റ് എഞ്ചിനീയറിംഗ്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത്, സാറിന് എന്താ പറയുന്നതിന് വലിയൊരു സിലബസ് ആണ് ഞങ്ങൾക്ക് തീർക്കാനുള്ളത്, അല്ലേ? നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ഈ സിലബസ് ഈ രീതിയിൽ ഞങ്ങൾ എങ്ങനെ എടുക്കും? അവിടെയാണ് പോളിസി മാറ്റേഴ്സിന്റെ വിഷയം വരുന്നത്. കാരണം അധ്യാപന രീതിയോടൊപ്പം ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടി സിലബസും മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ അടുത്ത് ശരിയല്ല ഞാൻ പറഞ്ഞു, ഇന്നത്തെ സിലബസുകൾ മാറേണ്ടിയിരിക്കുന്നു, നോ ഡൗട്ട്. കാരണം ഇന്ന് പലപ്പോഴും കുട്ടികൾ വന്ന് ചോദിക്കുന്നുണ്ട്, സാറേ എൻ്റെ അടുത്ത് ഈ അടുത്തൊരു കുട്ടി +1 ആ കുട്ടി ഒരു ഫിസിക്സിന്റെ അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി MSc ഫിസിക്സിന്റെ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങിച്ച് നോക്കിയപ്പോൾ ആ കുട്ടി പറയാ, സാറേ എൻ്റെ പുസ്തകത്തിലുള്ളതിൽ അധികമൊന്നും ആ MSc ഫിസിക്സിന്റെ ബുക്കിൽ ഞാൻ കണ്ടില്ല. എന്തിനാണ് സാറേ ഇപ്പോഴേ ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? അത് ഇഷ്ടപ്പെടുന്നവർ MScക്ക് പോയി പഠിച്ചാൽ പോരെ എന്നാണ് ആ കുട്ടി എന്നോട് ചോദിച്ചത്. എന്താ അധ്യാപകരുടെ അഭിപ്രായം? ശരിയല്ലേ? വല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് കാട് കയറി പോകുന്നുണ്ട്. എങ്കിലും സന്തോഷമുണ്ട്, നമ്മൾ പഠിച്ചതിനേക്കാളൊക്കെ ഇപ്പൊ കുറേ കാര്യങ്ങൾ ഡെലീഷനിലേക്ക് പോയിട്ടുണ്ട് സിലബസ് തന്നെ. അപ്പൊ ഈ കാര്യങ്ങളിലും മാറ്റം വരണം. ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു പോവാണ്. ക്ലൈമറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ബിൽഡിംഗ് എ സൈക്കോളജിക്കൽ സേഫ്റ്റി ഇൻ ദ ക്ലാസ് റൂം. കാരണം ഈ കുട്ടികൾ നിങ്ങൾക്കറിയാം, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ മടിയുള്ള കുട്ടികളാണ്, ഷൈനസ് വളരെ കൂടുതലുള്ള കുട്ടികളാണ്. ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും മടി കാണിക്കുന്ന കുട്ടികളാണ്. ക്ലാസ്സിൽ കോമൺ ആയിട്ട് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ മിണ്ടാത്ത ഒരു ബഹുഭൂരിഭാഗത്തിനാണ് അധ്യാപകർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വേണ്ടത് സേഫ്റ്റിയാണ്. എന്ത് സേഫ്റ്റിയാണ് ക്ലാസ് റൂമിൽ വേണ്ടത്? സൈക്കോളജിക്കൽ സേഫ്റ്റി. സിംപ്ലി പറഞ്ഞാൽ നോ ഹ്യൂമിലിയേഷൻ. നമ്മുടെ ക്ലാസ്സിൽ പരിഹാസം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് റോളില്ല. ഉണ്ടോ ടീച്ചേഴ്സ്? ഇല്ല. രണ്ടാമത്തത് ആക്റ്റീവ് എൻകറേജ്മെന്റ് വേണം. ഒരു കുട്ടിയുടെ ശ്രമത്തിനെ പോലും നമ്മൾ എന്ത് ചെയ്യണം? ആഘോഷിക്കണം. സെലിബ്രേറ്റ് സ്മോൾ വിക്ടറീസ്. ചെറിയ വിജയങ്ങൾ ആസ്വദിക്കപ്പെടണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ടീച്ചർ ഒരു ദിവസം ഒരു കേക്കുമായിട്ട് വന്നു. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിന് മാർക്ക് കുറവായിരുന്നു. അപ്പൊ ടീച്ചർ എന്താ കേക്ക് കൊണ്ടോ നമ്മളെ കളിയാക്കാനെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. കാരണം എന്തായിരുന്നു അറിയോ? അന്നത്തെ പരീക്ഷയ്ക്ക് ഞങ്ങളുടെ സുഹൃത്തായ ഷംസീർ വിജയിച്ചിരുന്നു. അവൻ ഒരു പരീക്ഷയ്ക്കും ഇംഗ്ലീഷിൽ ജയിച്ചിരുന്നില്ല. ആ ഷംസീർ ആയിരുന്നു അന്ന് ആ കേക്ക് മുറിച്ചത്. യഥാർത്ഥത്തിൽ ഇന്നാ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ടീച്ചർ അവൻ്റെ ആ ചെറിയ വിജയത്തിന് ആഘോഷിക്കുകയായിരുന്നു. പിന്നീടുള്ള അത്ഭുതം എന്താ വെച്ചാൽ പിന്നെ ഒരു പരീക്ഷയ്ക്കും ഷംസീർ തോറ്റിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ വിജയത്തിനെ നമ്മൾ ആഘോഷിക്കപ്പെടുമ്പോഴാണ് എനിക്കും ചിലതൊക്കെ കഴിയും എന്നൊരു തോന്നൽ ആ കുട്ടിയിൽ ഉണ്ടാവുന്നത്. സൈലന്റ് സ്റ്റുഡൻസ് സ്പീക്ക് ഓൺലി വെൻ ദേ ഫീൽ സേഫ് ഇൻ ദ ക്ലാസ് റൂം. പ്രൈസ് ദ അറ്റംപ്റ്റ്സ് നോട്ട് ദ ഔട്ട്കംസ്. സിമ്പിൾ ആയിട്ട് പറയും. രണ്ടാമത്തെ, നെവർ ഷെയിം എ സ്റ്റുഡന്റ് ഫോർ റോങ് ആൻസേഴ്സ്. എല്ലാം അറിയുന്നവർ ക്ലാസ്സിൽ വരണോ? തെറ്റുകൾക്കുള്ള സ്ഥലമാണ്. തെറ്റുകൾ പറയാനുള്ള കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് ക്ലാസ്. പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ മതി. യൂസ് സ്റ്റുഡന്റ് നെയിംസ് ഓഫൺ. നല്ല അധ്യാപകരൊക്കെ ചെയ്യുന്നുണ്ട് അത്, കുട്ടികളുടെ പേര് പഠിക്കുന്നവരാണ്. എസ്റ്റാബ്ലിഷ് മിസ്റ്റേക്സ് ആർ നോർമൽ ഇൻ ദ ക്ലാസ് റൂം ആൻഡ് നോൺ വെർബൽ ക്യൂസ് ഓഫ് അപ്രൂവൽ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു കുട്ടിയോട് ചോദ്യം ചോദിച്ചാൽ
അവൻ്റെ അടുത്ത് പോയി നിന്ന് കൗതുകത്തോടെ അവനിപ്പോൾ പറയുന്നുള്ള രീതിയിലൊരു പ്രോത്സാഹനം നമ്മുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ചില റിയാലിറ്റി ക്വിസ് മത്സരങ്ങളിലൊക്കെ ചില ക്വിസ് മാസ്റ്റേഴ്സിനെ കാണാറില്ലേ? നമുക്ക് തന്നെ അഭിപ്രായമില്ല, എന്ത് നല്ല ക്വിസ് മാസ്റ്റർ, അവരെയൊക്കെ ഉത്തരം പറയാൻ എന്ത് രസമായിട്ട് അയാൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് അധ്യാപകർ മാറണം. അങ്ങനെ ചെയ്യുന്ന അധ്യാപകരുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി നമ്മൾ ആവശ്യമായ ഒരു പോസിറ്റീവ് നോഡിങ് ഒക്കെ കൊടുത്ത് യെസ് യു ക്യാൻ, പറഞ്ഞോടാ, ശരിയാണോടാ, നിനക്ക് കഴിയും എന്നുള്ള ജസ്റ്റേഴ്സ് ഒക്കെ കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് ആ കോൺഫിഡൻസ് വരുന്നത്. ബിക്കോസ് എ സേഫ് ക്ലൈമറ്റ് എൻകറേജസ് ഈവൻ എ സൈലന്റ് സ്റ്റുഡൻറ് ടു സ്പീക്ക് ലൗഡ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഹാബിറ്റ് ലൂപ്പ് ഫോർമേഷൻ. അതായത് ക്ലാസ് കഴിയുന്ന സമയത്ത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് വാട്ട് ഡിഡ് ഐ ലേൺ. കുട്ടി എന്ത് പഠിച്ചു, ഞാൻ എന്ത് പഠിച്ചു, ആര് അധ്യാപകൻ. ഓരോ ക്ലാസ്സിൽ നിന്നും പഠിക്കാൻ ഒരുപാട് കാര്യം ഉണ്ടാവും. നമ്മൾ എന്ത് പഠിച്ചു, കുട്ടി എന്ത് പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ് വാട്ട് വിൽ ഐ പ്രാക്ടീസ് ടുഡേ. അത് കുട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സാധനം. ഇന്ന് കിട്ടിയ ക്ലാസ്സിനനുസരിച്ച് കുട്ടി വീട്ടിൽ പോയി എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, കുട്ടികളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദ തേർഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വേർ ക്യാൻ ഐ അപ്ലൈ ഇറ്റ്. നമ്മൾ പലരും വിട്ടുവന്നൊരു പോയിന്റ് അത്. ഇന്ന് ChatGPT AI ഒക്കെ ഇത്ര ഡെവലപ്പ് ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കണ്ടന്റിന്റെയും പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അധികം വേർക്കേണ്ടി വരില്ല. അപ്പോൾ കുട്ടികളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഗമായി ഈ കണ്ടന്റുകൾ മാറണമെങ്കിൽ ഇതെനിക്ക് എവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ള പോയിന്റും കൂടി എവിടെ നിന്ന് കിട്ടണം? ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടണം. അത് ആരാ കൊടുക്കേണ്ടത്? അധ്യാപകൻ. ഇപ്പോഴത്തെ അധ്യാപകർക്കുള്ള പരാതി എന്താ? നോ ഡെയിലി ലേണിംഗ് ഹാബിറ്റ്. കുട്ടികളിൽ രാത്രിയായാൽ പഠനശീലം ഇല്ല. പഠനശീലത്തിലേക്ക് നയിക്കുന്നത് ദിസ് ഡെവലപ്സ് ലേണിംഗ് ഹാബിറ്റ്, നോട്ട് ജസ്റ്റ് നോളജ്. കുട്ടികളിൽ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നത് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന നോളജ് അല്ല, ഹാബിറ്റാണ്. ഈ ഒരു ഹാബിറ്റ് നമ്മുടെ പീരീഡിന്റെ അവസാനത്തെ 5 മിനിറ്റ് നമ്മൾ റീചെക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ്. ദെൻ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ബിഹേവിയർ മാനേജ്മെന്റ് ടൂൾ കിറ്റ്. ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല, ഞാനിപ്പോൾ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന 10ഓളം വിദ്യാലയങ്ങളിൽ ഈ ബിഹേവിയർ മാനേജ്മെന്റ് ടൂൾ കിറ്റ് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ റിസൾട്ടുകൾ കാണുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 30 സെക്കൻഡ് റീസെറ്റ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലപ്പോഴും ക്ലാസ് റൂമിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഇരിക്കാൻ സമയമെടുക്കും, പറഞ്ഞാൽ ഇരിക്കില്ല, ബഹളം തുടരും, സൈലന്റ് ആവാൻ സമയമെടുക്കും. നിങ്ങൾ കാണുന്നുണ്ട്. മിക്കവാറും കുട്ടികൾ സൈലന്റ് ആവാൻ സമയമെടുക്കുന്ന സമയത്ത് അധ്യാപകർ എങ്ങനെയാണ് പെരുമാറുന്നത്? അധ്യാപകർ ശബ്ദം ഉയർത്തുമോ അല്ല ശബ്ദം താഴ്ത്തുമോ? നിങ്ങൾ പറയൂ. ശബ്ദം ഉയർത്തും അല്ലേ? വി വിൽ ബി ഇമോഷണൽ. നമ്മൾ വീണ്ടും വീണ്ടും ഇമോഷണൽ ആവുക ചെയ്യുന്നത്, അഗ്രസീവ് ആവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പറയുന്നത്, ഇതിന്റെ സ്റ്റെപ്പ് പറയുന്നത്, ഇഫ് ദ ക്ലാസ് ഗെറ്റ്സ് നോയ്സി ഓർ ഡിസ്ട്രാക്റ്റഡ്, ടീച്ചർ ആദ്യം ചെയ്യേണ്ടത്, ടീച്ചർ ഷുഡ് സ്റ്റാൻഡ് സ്റ്റിൽ അറ്റ് സ്പോട്ട് വിത്ത് എ സ്പെസിഫിക് സീരിയസ് ഗേസ്. കണ്ണുകൊണ്ട് വളരെ കൃത്യമായിട്ടൊരു സീരിയസ്നെസ് കുട്ടികൾ കൊടുക്കണം. ലോവർ ദ വോയിസ് ഇൻസ്റ്റെഡ് ഓഫ് റൈസിംഗ് ഇറ്റ്. ഗീവ് വൺ ക്ലിയർ ഇൻസ്ട്രക്ഷൻ, ഐ വിൽ വെയിറ്റ് അൺടിൽ എവ്രി വൺ ബിക്കം സൈലന്റ് ആൻഡ് ദിസ് ഈസ് ദ പോസ് ഫോർ 30 സെക്കൻഡ്സ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡൻസ് മിറർ ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് അഡൽട്ട്. മുന്നിലിരിക്കുന്ന അഡൽട്ടിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് കുട്ടികൾ മിറർ ചെയ്യുന്ന പറഞ്ഞ്. നമ്മൾ അതോറിറ്റേറിയൻ ആയിക്കഴിഞ്ഞാൽ, കമാൻഡ് ഓറിയന്റഡ് ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും തിരിച്ചു വരാനെടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. എനിക്ക് തന്നെ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചില വിദ്യാലയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സമയത്ത് അധ്യാപകർ കുട്ടികളോട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കും. നേരത്തെ സാറൊക്കെ പറഞ്ഞ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ടീച്ചർ എങ്ങനെ പറയും? ആ എഴുതിയ സെന്റൻസിനെ കൃത്യമായിട്ട് ടീച്ചർ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാം. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഇവിടെ വന്നിരിക്കുന്ന സാറിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാർ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയും. ഇനി സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ഇവരെ കൊണ്ട് ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് ടീച്ചർ മൈക്കിന് തരും. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണെന്നും അവർ കേൾക്കണമെന്നുള്ള നിർബന്ധമില്ലാതെയാണ് പലരും ഇൻട്രൊഡക്ടറി സ്പീച്ച് പോലും നടത്തുന്നത്. ഞാനിത് സൂചിപ്പിച്ചെന്ന് മാത്രം. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, 3-to-1 പാർട്ടിസിപ്പേഷൻ മെത്തേഡ്. നിങ്ങൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഗെറ്റിംഗ് റെസ്പോൺസസ് ഫോർ യുവർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ക്ലാസ്സിനിടയിൽ കുട്ടികളോട് ചോദ്യം ചോദിക്കുമ്പോൾ റെസ്പോൺസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ കൂടിക്കൊണ്ടിരിക്കുകയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആർ യു ഗെറ്റിംഗ് ദ സഫിഷ്യന്റ് റെസ്പോൺസ് ഫ്രം യുവർ സ്റ്റുഡൻസ്? നോ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ആസ്ക് എ ക്വസ്റ്റ്യൻ, സേ 3 സെക്കൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആലോചിക്കാം. തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയുമായിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. Then call someone randomly.
ഉറപ്പായിട്ടും കുട്ടികൾ അത് പറയാൻ ശ്രമിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റിമൂവ്സ് ദ ഫിയർ ഓഫ് ബീയിങ് കോട്ട് അൺപ്രഡിക്റ്റഡ്. നനച്ചിരിക്കാത്ത നേരത്ത് നമ്മൾ പലപ്പോഴും പ്രോസസ് ചെയ്യാൻ സമയം കൊടുക്കാതെ ഉത്തരം പറയൂ എന്നുള്ള ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അലോസ് ദ പ്രോസസിങ് ടൈം ഫോർ സ്ലോ തിങ്കേഴ്സ്. ചില കുട്ടികൾ സ്ലോ ആയിട്ട് കത്തുന്നവരായിരിക്കും ബൾബ്, അവർക്ക് സമയം കൊടുക്കുകയാണ്. ആൻഡ് ദ തേർഡ് തിങ്, എൻകറേജിങ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഫ്രം എവറി സ്റ്റുഡൻസ്. പലപ്പോഴും പല ക്ലാസ് റൂമുകൾ ബയാസ്ഡ് ആയി പോകും. എങ്ങനെ? ഉത്തരം കിട്ടുന്നവരിലേക്ക് മാത്രമായിട്ട് ചോദ്യങ്ങൾ മാറിപ്പോകും. അപ്പോഴാണ് മറ്റു കുട്ടികൾ ആ ഒരു സേഫ് സോണിൽ ഒളിഞ്ഞിരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നത്. അങ്ങനെ ആവരുത് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ആൻഡ് നോൺ റെസ്പോണ്ടർ സ്ട്രാറ്റജി. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു കുട്ടിയെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സ്ട്രാറ്റജി. അവനിങ്ങനെ വരാന്തയിലൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാഫ് റൂമിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് വിളിക്കുക. അവന് നേരത്തെ ഒരു ചോദ്യം കൊടുക്കുക. എടാ, ഞാൻ നിന്നോട് ഇന്ന് ചോദ്യം ചോദിക്കും കേട്ടോ, ഈ ചോദ്യമായി ചോദിക്കുക. നീ ടെസ്റ്റ് നോക്കിയിട്ടോ ആരോടെങ്കിലും ചോദിച്ചിട്ടോ ഇതിന്റെ ഉത്തരം കണ്ടെത്തിക്കോളൂ. നിങ്ങൾ ക്ലാസ്സിൽ വരുന്നു, ഒന്നും അറിയാത്ത പോലെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു, അതിനിടയിൽ ഇതേ ചോദ്യം ആ കുട്ടിയോട് ചോദിക്കുന്നു, അവനത് പറയുന്നു, നിങ്ങൾ അവനെ മനോഹരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അവൻ വന്ന് ചോദിക്കും, സാറേ ഇനിയുണ്ടോ ചോദ്യം, എനിക്കൊന്നുകൂടി ആ ഒരു അപ്രീസിയേഷനൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അല്ലേ? പറ്റില്ലേ? ഇതിന് ഇത്ര വലിയ മെനക്കേടുണ്ടോ? നമ്മൾ ആ കുട്ടികളിൽ കൊടുക്കുന്ന റിവാർഡ് എൻജോയിങ് മൊമെന്റ്, ആസ്വദിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇറ്റ് ബിൽഡ്സ് കോൺഫിഡൻസ് വിതൗട്ട് പ്രഷർ. കാരണം പ്രഷറും കോൺഫിഡൻസ് ഒന്നിച്ച് വർക്ക് ചെയ്യില്ല. പ്രഷർ ഇല്ലാതെ കുട്ടികൾ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു. ആൻഡ് സൈലന്റ് സ്റ്റുഡൻസ് റെസ്പോണ്ട്, നേരത്തെ പറഞ്ഞ പോലെ, വെൻ ദേ ഫീൽ സൈക്കോളജിക്കലി സേഫ് ഇൻ ദ സിറ്റുവേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, പ്രൈസ് സാൻഡ്വിച്ച് മെത്തേഡ്. പ്രൈസ് സാൻഡ്വിച്ച് മെത്തേഡ്. നിങ്ങൾക്കറിയാം, അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞു, ആൻസർ ഷീറ്റുകൾ കൊടുത്തു, പല രീതിയിൽ റെസ്പോണ്ട് ചെയ്ത അധ്യാപകരുടെ കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ മുൻപത്തെ പരീക്ഷയേക്കാൾ 1 മാർക്കെങ്കിലും കൂടുതൽ വാങ്ങിയവനോട് നമ്മൾ പറയേണ്ട കാര്യം, നീ നന്നായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിന്റെ മാർക്കിലുള്ള ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നു. രണ്ടാമത്, എന്നാലും നീ കുറച്ചുകൂടി ശ്രമിക്കാൻ കഴിയുന്നൊരു കുട്ടിയാണ്. നിങ്ങളൊക്കെ പറയുന്നുണ്ടോ ഈ കാര്യം? അവസാനം നമ്മളുടെ ഒരു കോൺഫിഡൻസ് കൂടി നമ്മൾ കാണിക്കണം. ക്ലാസ് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പേ ഉറപ്പായിട്ട് നിനക്ക് മാറ്റം വരും അടുത്ത പരീക്ഷയ്ക്ക്. ഇത് എൻ്റെ കോൺഫിഡൻസ് ആണെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് തോന്നുന്നൊരു ഫീൽ ഉണ്ട്, എന്നിൽ ടീച്ചർക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതെന്തായാലും മോശമാക്കി കളയരുത് എന്നുള്ള. എന്നാൽ പലപ്പോഴും ചില അധ്യാപകരെങ്കിലും പെരുമാറുന്നത് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ നടന്നു, മാർക്കും വേണ്ട, ആർക്കോ വേണ്ടി വരുന്നു, എന്തിനാണ് നീയൊക്കെ വരുന്നത്, അണിഞ്ഞൊരുങ്ങി വരുന്നു. ഇത്തരത്തിലുള്ള ഡയബോളിക്കായിട്ടുള്ള ഡയലോഗുകൾ, ഹ്യൂമിലിയേറ്റിംഗ് ഡയലോഗുകൾ നേരെ തിരിച്ചുള്ള ഫലമാണ് പലപ്പോഴും തരുന്നത്. ദെൻ ചോയ്സ് ആർക്കിടെക്ചർ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, കുട്ടികൾ, നമ്മൾ ക്ലാസ്സിൽ ഒരു തമാശ പറയുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പം വല്ലാണ്ട് അങ്ങ് കാട് കയറിപ്പോവും. അവരെ തിരിച്ചാ പഴയ അറ്റൻഷൻ സ്പാനിൽ എത്തിക്കാൻ നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ടാവും. അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ശബ്ദം ഉയർത്തുന്നവരും ബഹളം വെക്കുന്നവരും, ഞാൻ ഇതുകൊണ്ടാണ് ക്ലാസ് തമാശ പറയാത്തത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ ആ വഴിക്ക് പോകും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ചില അധ്യാപകരെ കാണാറുണ്ട്. അവിടെയാണ് നമ്മൾ ജെൻസി 2K ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടത്. എടാ വാടാ, തിരിച്ചു വാടാ, കഴിഞ്ഞില്ലേ, തിരിച്ചു വാ. ഞാനാണ് തമാശ പറഞ്ഞത്, ഓട്ടോമാറ്റിക്കലി കുട്ടിയൊക്കെ ആസ്വദിക്കാൻ ഒരു മൊമെന്റ് കൊടുക്കണം എന്നുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. വാടാ, തിരിച്ചു വാടാ എന്ന് പറയുമ്പോൾ കുട്ടികൾ നമ്മളെ കൂടെ വരും. അതായത് നമ്മൾ അവരെ മാനസികാവസ്ഥയെ പരിഗണിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അഡൽട്ടിന്റെ ബിഹേവിയർ കുട്ടികൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? മിറർ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ടീൻ ബ്രെയിൻ റിയാക്ട് ബാഡ്ലി ടു അതോറിറ്റേറിയൻ കമാൻഡ്സ്. ഞങ്ങളാണ് അതോറിറ്റി എന്ന രീതിയിൽ കുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യുന്ന വളരെ ബാഡായിട്ടായിരിക്കും. നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മൂവ്മെന്റ് ബ്രേക്ക് സ്ട്രാറ്റജി. മൂവ്മെന്റ് ബ്രേക്ക് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നു, 8 മുതൽ 12 മിനിറ്റാണ് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ, ആവറേജ് അറ്റൻഷൻ സ്പാൻ. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴെങ്കിലും കുട്ടികളൊന്ന് എഴുന്നേപ്പിച്ച് നിർത്തുക. ജസ്റ്റ് ക്ലാസ് റൂമിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കുട്ടികൾക്ക് കൊടുക്കുക. സ്ട്രെച്ചിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മളിത് മറന്നു പോകും. കാരണം നമ്മൾ ഒരു 45 മിനിറ്റേക്കെങ്കിലും ഒരു സിലബസ് തൊഴിലാളികളായിട്ട് ചിലപ്പോൾ നമ്മൾ മാറിപ്പോകും. കാരണം നമ്മുടെ മുന്നിൽ ഇത് തീർന്നിട്ടില്ലെങ്കിൽ എന്തായി പോകും? വരുന്ന പേരൻസിൻ്റെ മുഖമായിരിക്കും, അല്ലേ? അതിൻ്റെ പ്രധാന അധ്യാപകർ ചോദിക്കും, എന്താ പാഠഭാഗങ്ങൾ തീരാത്തത്, കുട്ടികൾ കംപ്ലൈൻറ്റ് കൊടുക്കുമോ, രക്ഷിതാക്കൾ വരുമോ എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. പക്ഷേ ഒരു ചോദ്യമുണ്ട്, കൊടുക്കുന്നത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത്രയും കൊടുക്കുന്നത് എവിടത്തേക്കാണ് പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഈ മൂവ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മൂവ്മെന്റ് ഇൻക്രീസസ് ദ ഓക്സിജൻ ലെവൽ ഇൻ ദ ബ്ലഡ് സർക്കുലേഷൻ. ഈ ഓക്സിജൻ ലെവൽ ബ്ലഡ് സർക്കുലേഷനിൽ ഇംപ്രൂവ് ചെയ്യുന്നത് ശരിക്കും
20 മുതൽ 30% വരെ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ, നെക്സ്റ്റ് അറ്റൻഷൻ സ്പാൻ റിഫ്രഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. 2 മിനിറ്റ് കണക്ഷൻ റിച്വൽ. ഇത് സിമ്പിളായിട്ട് ടീച്ചർമാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചില അധ്യാപകർ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ചില കുട്ടികളുണ്ടാവും. വളരെ ഡിഫിക്കൽട്ടായ, മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള, അല്ലെങ്കിൽ ഡിസിപ്ലിനറി ഇഷ്യൂസ് കാണിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ തീരെ സൈലൻ്റ് ആയിട്ട് വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെ ഒരു ടീച്ചർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി യു ഷുഡ് സ്പെൻഡ് 2 മിനിറ്റ്സ്, ഓൺലി 2 മിനിറ്റ്സ്. എന്താ ചെയ്യേണ്ടത്? ഒരു 1 ഡിഫിക്കൽട്ട് സ്റ്റുഡൻറ് ഓർ 1 നോൺ റെസ്പോൺസീവ് സ്റ്റുഡൻറ്, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്റ്റീവ്, അല്ലെങ്കിൽ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള, ഡിസിപ്ലിനറി ഇഷ്യൂസിന് കൃത്യമായി പിടിക്കപ്പെടുന്ന ഒരു സ്റ്റുഡൻറ്, അവിടെ നമ്മൾ ചെയ്യേണ്ടത്, അവനെ വിളിച്ചിട്ട് നമ്മൾ നോൺ അക്കാഡമിക് ആയിട്ട് കുറച്ച് നേരം 2 മിനിറ്റ് സംസാരിക്കണം. അവൻ്റെ ഇൻട്രസ്റ്റുകളെ കുറിച്ച്, അവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ച്, ഹോബീസിനെ കുറിച്ച്, ആനുകാലികമായ കാര്യങ്ങളെക്കുറിച്ച്. ബിക്കോസ് അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഉപദേശങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ കുട്ടികളുമായി കണക്റ്റഡ് ആവുന്നത്. നിങ്ങൾ അധ്യാപകർക്ക് അറിയാം, ചില അധ്യാപകരുടെ ക്ലാസ് മുറികളിൽ ചില കുട്ടികൾ ഭയങ്കര പ്രശ്നക്കാരായിരിക്കും. എന്നാൽ ചില അധ്യാപകരുടെ ക്ലാസ് മുറിയിൽ അവൾ വളരെ സൈലൻ്റ് ആയിട്ട്, ഇൻറ്ററാക്റ്റീവ് ആയിട്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ കണക്ഷനാണ് കുട്ടികളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കണക്ഷൻ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് predictor of their behavior. അതിൽ പറയുന്നത്, എ കണക്റ്റഡ് സ്റ്റുഡൻറ് വിൽ ബി 70% or above കോപ്പറേറ്റീവ് വിത്ത് ദ ടീച്ചർ. നമ്മളുമായിട്ട് കണക്റ്റഡ് ആയ കുട്ടികൾ ഒരു 70% അധ്യാപകരുമായിട്ട് കോപ്പറേറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ, ക്ലാസ്സിൽ കുട്ടികൾ അച്ചടക്കരഹിതമായി പെരുമാറുമ്പോൾ പറയാനുള്ള ചില ഇൻബിൽട്ട് ഡയലോഗ്സ് നമ്മുടെ മനസ്സിലുണ്ടാവണം. നേരത്തെ ഞാൻ പറഞ്ഞോളൂ, എടാ തിരിച്ചു വാടാ, എന്താടാ ഇങ്ങനെ, അവരുടെ ലാംഗ്വേജിലേക്ക് അടുത്ത് നിൽക്കുന്ന, നിന്നിൽ നിന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ പറയും, ചിലരൊക്കെ നല്ല മനോഹരമായിട്ട് ആ സ്ട്രാറ്റജി ഉപയോഗിക്കും അല്ലേ, ക്ലാസ് ലീഡറാക്കി വെക്കും. നീ ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ എന്നൊക്കെ രീതിയിൽ ഇമോഷണലായിട്ട് അവരെ ബോണ്ട് ചെയ്യുന്ന രീതിയിൽ പല ടീച്ചേഴ്സും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ചില കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫ്രേസസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ വൈബ് ഭാഗമായിട്ട് അധ്യാപകർക്ക് മാറാൻ വേണ്ടി പറ്റുന്നത്. ഇല്ലെങ്കിൽ ആ വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും കുട്ടികളോട് ചോദിക്കും, ക്ലാസ് വൈബാണോ? കുട്ടികൾ എന്താ ആൻസർ പറയാം? നിങ്ങളുടെ ക്ലാസ് വൈബാണോ എന്ന് ചോദിച്ചാൽ കുട്ടികൾ എന്താ ആൻസർ പറയാം? എന്താ പറയാറ്? യെസ് ഓർ നോ? നോ. ഓക്കെ, ചിലരുടെ യെസ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ കാണാറുണ്ടോ നിങ്ങൾ? പല ഓൺലൈൻ ലേണിംഗ് ആപ്പുകളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടാൽ രസകരം. ഞാൻ ഈ അടുത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ റിവിഷൻ ക്ലാസ്സുകളുടെ ഒരു ക്ലാസ് ഞാൻ കണ്ടു നോക്കി. ഒരുപക്ഷെ നമുക്ക് ക്ലാസ് റൂമിൽ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി കൊണ്ടുവരാൻ പറ്റുള്ളൊരു ചോദ്യമുണ്ട്. അവരാ ക്ലാസ് തുടങ്ങുന്നത് എങ്ങനെയാ അറിയോ? ഹലോ ഗൈസ്, അരക്കൊല്ല പരീക്ഷയുടെ മാർക്ക് കിട്ടി പൊളിഞ്ഞ് പാളീസായില്ലേ? ശാപവാക്കുകളും കുത്തുവചനങ്ങളും കഴിഞ്ഞോ? സ്കൂളിലെ PTA മീറ്റിംഗ് ഒപ്പിടലൊക്കെ അവസാനിച്ചോ? ഡോണ്ട് വെറി, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല, നിങ്ങളോട് ഞങ്ങളുണ്ട്, നമുക്ക് ഇനിയും പഠിക്കാം. ഈ രീതിയിലാണ് ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നത്. പിള്ളേർ കേട്ടിരിക്കൂലേ? എന്ത് രസകരമായിട്ടാണ്. അൺപാർലമെന്ററി ആവരുത് എന്നല്ലേയുള്ളൂ നമ്മുടെ ക്ലാസ് റൂം ലാംഗ്വേജ്. ശരിക്കും അവരെ എടാ മോനെ, ഗൈസ്, ബ്രോ എന്നൊക്കെ വിളിക്കുന്ന അധ്യാപകർ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം അവർ ആ സ്ട്രാറ്റജി മാറുന്ന ആ അധ്യാപകർ വെരി ഗുഡ്, ചിലരൊക്കെ കൈവെക്കുന്നുണ്ട്, വെരി ഗുഡ് ബ്രോ, ചങ്ക് ബ്രോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ടീച്ചർ എന്തോ ഞങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു ടീച്ചർ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. ഈ അടുത്ത് ഞാനൊരു കാര്യം അറിഞ്ഞത്, എല്ലാത്തിനും ഞാൻ അറിയാതെ സാക്ഷിയായി പോകും. ഒരു സ്കൂളിൽ വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത്, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്കറിയാം വൈകുന്നേരങ്ങളിൽ ക്ലാസ് മുറിയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ജാഗ്രതയുടെ ചാർജുള്ള ഒരു അധ്യാപകൻ ഉണ്ടാവും. ഈ അധ്യാപകൻ പലപ്പോഴും ചില യുവമിഥുനങ്ങളെ പിടിക്കും അല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ടി സ്വകാര്യതകളെ ഇഷ്ടപ്പെടുന്ന യുവമിഥുനങ്ങളെ. ആ അധ്യാപകനാണെങ്കിൽ പാവം റിട്ടയർ ചെയ്യാൻ 4 മാസമേ ഉള്ളൂ. അധ്യാപകൻ യുവമിഥുനങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത്, പ്രധാന അധ്യാപകന്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത്, അതിൽ ആൺകുട്ടി മുൻകൈ എടുക്കുക, പ്രശ്നം സോൾവ് ചെയ്യണം. ആൺകുട്ടി അധ്യാപകനോട് പോയിട്ട് പറയുകയാണ്, സാറേ സീനാക്കരുത്. പാവ റിട്ടയർ ചെയ്യാനായ സാറിന് ആ വാക്ക് മനസ്സിലായല്ലോ. സാറ് പറയോ, നീ വൃത്തികേട് മുഴുവൻ കാണിച്ചിട്ട് ഞാൻ സീൻ പിടിച്ചു എന്നാണോ നീ പറയുന്നത്? എന്ത് വർത്തമാനാണോ നീ പറയുന്നത്? ഇതാണ് വാക്കുകളുടെ ജനറേഷൻ തമ്മിലുള്ള വ്യത്യാസം. അവൻ ഉദ്ദേശിച്ച സീനാക്കരുത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. സാറെ കുഴപ്പമാക്കരുത്, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം എന്നതാണ് അവൻ ഉദ്ദേശിച്ചത്. പക്ഷേ സാറിൻ്റെ സീന് പഴയ സീനാണ്. ഓക്കെ, നോക്കൂ നിങ്ങൾ. അപ്പം ഞാൻ പറയുന്നത്, നമുക്കൊരു RR മെത്തേഡ് വേണം. അതായത് ക്ലാസ് റൂമിന് കൃത്യമായൊരു ചട്ടക്കൂട് വേണം.
ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ ഹൗ ടു എൻ്റർ ദ ക്ലാസ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്കൊരു മാത്തമാറ്റിക്സ് അധ്യാപകൻ സാറ് വളരെ കൃത്യമായിട്ട് പറയും, ഐ ഷുഡ് ബി ദ ലാസ്റ്റ് പേഴ്സൺ എൻറ്ററിങ് ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം ഇടയ്ക്കിടയ്ക്ക് വരുന്നവരെ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ക്ലാസ്സിൽ ഇരിക്കുന്നവർ നേരത്തെ വന്ന് ഇരുന്നോളണം, എനിക്കൊരു കുഴപ്പമില്ല. അതേ അധ്യാപകൻ വളരെ രസകരമായിട്ട് ഹോംവർക്ക് ചെയ്യാത്ത കുട്ടികൾക്ക് ചെയ്യുന്നത് എന്താ അറിയോ? എൻ്റെ മക്കൾ ഹോംവർക്ക് ചെയ്യാത്തവർ ആരൊക്കെയാണെന്ന് സന്തോഷത്തോടെ ചോദിക്കും. ചിലർ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് അധ്യാപകൻ ചെയ്യുന്നത് അറിയോ? വെയിലില്ലാത്തൊരു സ്ഥലത്ത് ബെഞ്ചും ഡെസ്കും ക്ലാസ്സിൻ്റെ പുറത്തിട്ട് കൊടുത്ത് മക്കൾ അവിടെ ഇരുന്ന് പഠിച്ചിട്ട് വാ, ഞാനിവിടെ തന്നെയുണ്ട്. ഇത് ചെയ്യാതെ ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്താ കാര്യം? ഇടയ്ക്കിടയ്ക്ക് സാറ് പോയി ചോദിക്കും കേട്ടോ, ചായ വേണോ, വെള്ളം വേണോ, ക്ഷീണം വരുന്നുണ്ടോ, ബാലാവകാശ കമ്മീഷൻ വെയിലത്ത്. അപ്പോൾ സാറ് വളരെ മനോഹരമായിട്ട് അത് ഡീൽ ചെയ്യും. ഒറ്റ പേരൻ്റ് പോലും സാർ എന്താ എൻ്റെ കുട്ടിയോട് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ച് വന്നിട്ടില്ല. കാരണം സാറിന് അവരോടൊക്കെ സ്നേഹ. അവസാനം പറയും, ചെയ്തു അല്ലേ, വെരി ഗുഡ്. നീ ചെയ്യാതെ ഇവിടെ ഇരുന്ന ഞാൻ അതിൻ്റെ ബാക്കി പഠിപ്പിക്കും, നിനക്ക് എന്തേ മനസ്സിലാവും, വെരി ഗുഡ്. ആ ചെയ്യാതെ വന്നവൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ മറ്റു കുട്ടികളെ കൊണ്ട് ഈ സാറ് കൈയടിപ്പിക്കും. മനസ്സിലായില്ല? അതാണ് സാറിൻ്റെയൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. പോട്ടെ, അപ്പോൾ ഹൗ ടു ആസ്ക് ദ ഡൗട്ട്സ്, എങ്ങനെ സംശയങ്ങൾ ചോദിക്കണം, അതുപോലെ എങ്ങനെ ഇടയിലൂടെ പുസ്തകങ്ങൾ കൊടുക്കരുത്, മറ്റൊരാളുടെ പുസ്തകം സാറ് പാഠം എടുത്തുകൊണ്ടിരിക്കും എന്തൊക്കെ ചെയ്യരുത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഒരു റിച്വൽസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ദാറ്റ് ഇസ് കോൾഡ് RR മെത്തേഡ്. കാരണം എന്താ വെച്ചാൽ റൂട്ടീൻ റെഡ്യൂസസ് ദ കൺഫ്യൂഷൻ ഇൻ സ്റ്റുഡൻസ്. നമ്മുടെ റൂട്ടീൻ ഇടയ്ക്കിടയ്ക്ക് മാറാനും പാടില്ല. എൻ്റെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അധ്യാപകനും അറിയണം, ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്കും അറിയണം. ഇതാണ് RR മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൈക്രോ റിവാർഡ്സ് ആൻഡ് റിക്കഗ്നീഷൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന റിവാർഡ്സ് റീഫ്രെയിം ചെയ്ത് തുടങ്ങണം. എന്താ കാര്യം? ആ ഹൗസ് പോയിന്റ്സ് എന്ന് പറയുന്ന പലപ്പോഴും നമ്മുടെ സ്കൂളിൽ കാണുന്നത് ആർട്സോ സ്പോർട്സോ വരുമ്പോഴാണ്. ഈ ഹൗസ് പോയിന്റ്സ് ഞാൻ പറയുന്നു തുടക്കം മുതൽ ടിൽ ദ എൻഡ് ഓഫ് അക്കാഡമിക് ഇയർ നമ്മൾ മാനേജ് ചെയ്യണം. ഇതിനാണ് നമ്മൾ പിയർ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഏത് ഹൗസിലെ കുട്ടികൾക്ക് ആ ഹൗസിന് പോയിന്റ് കൊടുക്കണം. ഏറ്റവും കൂടുതൽ അസൈൻമെന്റ് ചെയ്തു വരുന്ന ഏത് ഹൗസിലെ കുട്ടികൾക്ക് ആ പോയിന്റ് പോകണം. ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഏത് ഹൗസിലെ കുട്ടികളെ പോയിന്റ് പോകണം. കാരണം ദിസ് വിൽ ബിക്കം എ ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റി. അതായത് എൻ്റെ ഹൗസ് താഴോട്ട് പോകുമ്പം മറ്റു കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഈ കുട്ടികളിലും തുടക്കം മുതൽ വരികയാണ്. സ്റ്റിക്കേഴ്സ്, സ്റ്റാർ ഓഫ് ദ ഡേ, റെസ്പോൺസിബിലിറ്റി ബാഡ്ജസ്, ടീച്ചേഴ്സ് പ്രൈസിംഗ് കാർഡ്, ചോയ്സ് ഓഫ് സീറ്റിംഗ് ഫോർ ദ ഡേ, ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് മുറിയുടെ റിവാർഡ് സിസ്റ്റം റിന്യൂവേറ്റ് ചെയ്തെടുക്കാം. ബിക്കോസ് ടീൻ ബ്രെയിൻസ് ആർ റിവാർഡ് കോൺസെൻട്രേറ്റിംഗ് ആൻഡ് റിവാർഡ് സെൻസിറ്റീവ്. ദെൻ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, റെഡി ടു യൂസ് ബിഹേവിയർ സ്ക്രിപ്റ്റ് ഫോർ ടീച്ചേഴ്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സമ്മറി ഓഫ് ദ ടൂൾ കിറ്റ്, ഇത്തരത്തിലുള്ള മാനേജ്മെന്റ്, ബിഹേവിയർ മാനേജ്മെന്റ് ടൂൾ കിറ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ് മുറിയിൽ, അതായത് ക്ലാസ് റൂം ബിഹേവിയറൽ ഇഷ്യൂസ് ഒരു സ്ട്രെസ്സും കോൺഫ്ലിക്റ്റും ഇല്ലാതെ തീർക്കാൻ ഉള്ളൊരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഇത്രയും കാര്യങ്ങൾ, കാമിങ്, ദ റീസെറ്റിംഗ് ദ മൈൻഡ്, മൈക്രോ എൻഗേജ്മെന്റ്, റുട്ടീൻ പ്രാക്ടീസ്, മൂവ്മെന്റ്, ചോയ്സ്, പോസിറ്റീവ് റീഫ്രെയിമിംഗ്, കോൺഫിഡൻസ് ബിൽഡിംഗ്, കണക്ഷൻ, മൈക്രോ റിവാർഡ്സ്, ഇതൊക്കെ ഇതിലൂടെ സാധ്യമാവുന്നുണ്ട്. മാനേജിങ് ദ സ്ക്രീൻ ടൈം ആൻഡ് ഡിജിറ്റൽ അഡിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് കുട്ടികൾക്ക് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കണം. അവയർനെസ് കൊടുക്കുമ്പോൾ ഉപദേശ രൂപത്തിൽ കൊടുക്കരുത്, പേടിപ്പെടുത്തുന്ന രീതിയിൽ. ഡിജിറ്റൽ അഡിക്ഷൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ കഥകളിലൂടെ, ബയോഫിസിയോളജിയിലൂടെ, ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഡോപ്പമിൻ പീക്സ് സ്ക്രോളിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നത്, ബിഞ്ച് കണ്ടൻസ് എങ്ങനെയാണ് അവരുടെ സ്ലീപ്പിനെ പ്രശ്നമാക്കുന്നത്, അതുപോലെ അറ്റൻഷൻ എങ്ങനെയാണ് ഫ്രാഗ്മെന്റ് ചെയ്ത് പോകുന്നതിനെ കുറിച്ചുള്ള നിരന്തരമായ അവയർനെസ്സുകളിൽ തുടങ്ങണം. രണ്ടാമത്തത്, നിങ്ങൾക്ക് സ്കൂളിൽ കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ്, ഞങ്ങൾ പല സ്കൂളും കളിക്കുന്ന അധ്യാപകർ ചെയ്യുന്ന ഒരു കാര്യം, ചില ബാഡ്ജുകൾ കയ്യിൽ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഇന്നലെ അധ്യാപകൻ ആവശ്യത്തിന് മാത്രമേ ഫോൺ ഉപയോഗിച്ചെങ്കിൽ അദ്ദേഹം ഒരു ഗ്രീൻ ബാഡ്ജ് കെട്ടി വരുന്നു. രണ്ടാമത്തെ ദിവസം കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അയാൾ യെല്ലോ ബാഡ്ജ് കെട്ടി വരുന്നു. ആൻഡ് തേർഡ് ഡേ കൂടുതൽ സമയം ഉറക്കമൊഴിച്ചൊക്കെ ഞാൻ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ബാഡ്ജ് ഇട്ട് വരുന്നു. അപ്പോൾ കുട്ടികൾ ചോദിക്കും സംശയത്തോടെ, സാർ ഇതെന്താ എല്ലാ ടീച്ചേഴ്സും ഓരോ ബാൻഡ് കെട്ടി വരുന്നത്? അപ്പോൾ അതിൽ താല്പര്യമുള്ള കുട്ടികളോട് നമ്മൾ ഈ കഥ പറഞ്ഞിട്ട് അവരെ ഈ കളിയിലേക്ക് കൊണ്ടുവരണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാഡ്ജുകൾ പിറ്റേ ദിവസത്തേക്കുള്ള ഒരു മുൻകരുതലുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഡീടോക്സിൻ്റെ ചെറിയ ഫോർമുലയാണ്: നോ സ്ക്രീൻസ് അറ്റ്ലീസ്റ്റ് 30 minutes ബിഫോർ സ്ലീപ്പ് ആൻഡ് നോ ഫോൺസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 20 minutes ആഫ്റ്റർ വേക്കപ്പ് ആൻഡ് 2 hours സ്റ്റഡീസ് ഓൺ വിത്തൗട്ട് ഫോൺ നിയർ. അതായത് ഓൺലൈൻ ക്ലാസ്സുകൾ പഠിക്കാൻ പ്രത്യേകമായിട്ടൊരു സ്ഥലം നമ്മൾ മാറ്റിവെക്കണം. ആൻഡ് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയകൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഫോണുകൾ ഓൺലൈൻ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ചില മുൻകരുതലുകൾ ഓൺലൈൻ പഠനത്തിന് ആവശ്യമാണ്. ടീച്ചർ വെൽബീയിങ്ങും
പാരന്റ് പാർട്ട്ണർഷിപ്പും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ടീച്ചേഴ്സിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടീച്ചർ വെൽബീയിങ് എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലേക്ക് ടീച്ചർ പോകുന്നതിന് മുമ്പ് ഓരോ ഹവർ കഴിയുമ്പോഴും നമുക്കൊരു റിഫ്രഷിങ് 2 minutes നിർബന്ധമായിട്ടും വേണം. പിയർ സപ്പോർട്ട് സർക്കിൾ, പ്രയാസങ്ങളെ ഷെയർ ചെയ്യാനുള്ള ഒരു പിയർ സപ്പോർട്ട് സർക്കിൾ ഓരോ ടീച്ചർക്കും വേണം, ഒറ്റപ്പെട്ട് നിൽക്കലല്ല. ബൗണ്ടറി സെറ്റിംഗ് ആഫ്റ്റർ സ്കൂൾ വർക്ക്, അതായത് സ്കൂൾ വർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ സ്കൂൾ ഹെഡ്സിനെ സംബന്ധിച്ച ബുദ്ധിമുട്ടാണ്, 5 മണിക്ക് ശേഷം നോ സ്കൂൾ വർക്ക്സ്. അതുപോലെ ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്, നമ്മുടെ ഇമോഷൻസിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്. കുറേ പറയാനുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എ റെഗുലേറ്റഡ് ടീച്ചർ ക്യാൻ ജനറേറ്റ് എ റെഗുലേറ്റഡ് ക്ലാസ് റൂം. ഇതൊക്കെ അധ്യാപകർ മാസത്തിൽ ഒരു ദിവസം ഓരോന്നെടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെയുള്ള നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടി, ഇമോഷണൽ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലീവ് ദ സ്കൂൾ ഓൺ ടൈം, ഡ്രിങ്ക് യുവർ കോഫി ഹോട്ട്, ടേക്ക് 1 mindful minute, ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ടുഡേ, എൻജോയ് മൈക്രോ വിക്ടറീസ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഒരു നല്ല ടീച്ചർ എന്നും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ്, എ ടീച്ചർ മൈൻഡ് സെറ്റ് ഷുഡ് ചേഞ്ച് ഫ്രം സേജ് ഓൺ ദ സ്റ്റേജ് ടു ഗൈഡ് ഓൺ ദ സൈഡ്. ഫോക്കസ് ഓൺ കണക്ഷൻ ബിഫോർ ഡൂയിങ് കറക്ഷൻ. കുട്ടിയെ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്രമാത്രം ആ കുട്ടിയുമായി കണക്റ്റഡ് ആണെന്ന് ചിന്തിക്കണം. ഡെവലപ്പ് ഡിജിറ്റൽ എമ്പതി. നമ്മുടെ കുട്ടികൾ ഇങ്ങനെയായി തീർന്നതിന് കാരണം 7 വർഷത്തോളമുള്ള ഓൺലൈൻ ആയിട്ടുള്ള അഡിക്ഷൻ ആണ്. സെലിബ്രേറ്റ് എഫേർട്ട് നോട്ട് ദ അച്ചീവ്മെന്റ്. പാരന്റ് പാർട്ട്ണർഷിപ്പുകൾ നിങ്ങൾ ഉറപ്പാക്കണം. പാരന്റ് പാർട്ട്ണർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ മന്ത്ലി, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, രക്ഷിതാക്കൾക്ക് വേണ്ടി ഒരു കരിക്കുലം വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ മുന്നിലിരിക്കുന്ന അധ്യാപകർ, രക്ഷിതാക്കൾക്ക് ഇയർലി കരിക്കുലം വേണം. അറ്റ്ലീസ്റ്റ് 3 തവണയായിട്ടെങ്കിലും തീർക്കാൻ പറ്റുന്ന രീതിയിൽ പാരന്റിങ് ഗൈഡുകൾ, ട്രെയിനിങ്ങുകൾ നിർബന്ധിതമായി നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇത് പലപ്പോഴും ഒപ്പിടാൻ പോലും സ്കൂളിൽ വരാത്ത രക്ഷകർത്താക്കളുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. അവർക്കും അവയർനെസ് ആവശ്യമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഓടുന്നതല്ല പാരന്റിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഞാനീ പറഞ്ഞ പ്ലാൻ സ്കൂളിൽ എങ്ങനെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാമെന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. വീക്ക് 1 ടീച്ചർ ട്രെയിനിങ്, സ്റ്റുഡൻറ് അസംബ്ലി, പാരന്റ് സർക്കുലർ. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ആഴ്ചയിൽ. 2ാമത്തെ ആഴ്ചയിൽ നിങ്ങൾ ഓരോന്നായിട്ട് ബിഹേവിയർ മാനേജ്മെന്റ് ടൂൾ കിറ്റും ടീച്ചിങ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കൊണ്ടുവരിക. ടീച്ച് മെത്തേഡ് ആൻഡ് സ്റ്റാർട്ട് ആക്റ്റീവ് ലേണിംഗ് മെത്തഡോളജി അപ്ലൈ ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് 3ാമത്തെ ആഴ്ചയിൽ ഇൻട്രൊഡ്യൂസ് 30 second റീസെറ്റ്, ഇൻട്രൊഡ്യൂസ് 2 minute കണക്ഷൻ റിച്വൽ. ആൻഡ് 4th വീക്ക് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു സ്റ്റാഫ് റിവ്യൂ, പാരന്റ് ഫീഡ്ബാക്ക്, സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ ട്രാക്കിംഗ്. ഇത് ഞാൻ പറയുന്ന എല്ലാ ക്ലാസ്സുകളിലും ഒരുമിച്ച് ചെയ്യരുത്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ആ അധ്യാപകരെ കൊണ്ട് ഇത് വർക്ക്ഷോപ്പ് ചെയ്യിച്ച് മറ്റ് അധ്യാപകരെ മോട്ടിവേറ്റ് ചെയ്യിച്ചാൽ ഉറപ്പായിട്ടും ഈ ബിഹേവിയർ മാനേജ്മെന്റ് ടൂൾ കിറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ലൈഫ് സൈക്കിൾ ഇതായിരിക്കണം. അവർക്കറിയാത്തൊരു സ്കിൽ പരിശീലനം, ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ജീവിതശൈലി, സോഷ്യലൈസേഷൻ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യുക, പഠനത്തിന് കുറച്ച് സമയം മാറ്റിവെക്കുക. എങ്കിലേ ഫിസിക്കലി ആൻഡ് മെൻ്റലി വെൽബീയിങ്ങോട് കൂടിയ ഒരു ജെൻസിയെയും ആൽഫയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അധ്യാപകരുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാനും നല്ല തീരുമാനങ്ങൾ എടുത്ത് പ്രോബ്ലംസിന് നല്ല സൊല്യൂഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനുള്ള സ്കിൽഫുള്ളായ ജനറേഷൻസിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. എ ട്രീ വിത്ത് സ്ട്രോങ് റൂട്ട്സ് ലാവ്സ് അറ്റ് സ്റ്റോം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും വിശ്വാസമുണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അധ്യാപക സംഘടനയാണെന്നും വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഡ്രീംസ് ഉൾപ്പെടെയുള്ള ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ അവയർനെസ്സുകളെ പോലും നെഞ്ചേറ്റ് വാങ്ങിയ അധ്യാപകരോടാണ്. നിങ്ങളിലൂടെ ഇത്തരത്തിലുള്ള സാൻമാർഗികമായ നൂതനമായ ആശയങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തട്ടെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടട്ടെ. എനിക്ക് ഈ അവസരം തന്നതിന് ഹൃദയപൂർവ്വം സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. വിഷ് യു ഗുഡ് ഹെൽത്ത് ഓൾവേസ്. താങ്ക് യു.